പ്രസൻസ് ഓഫ് മൈൻഡ് എന്താ അത്യാവശ്യമായിട്ട് വേണ്ടത്? പ്രസൻസ് ഓഫ് മൈൻഡ്. നിങ്ങളുടെ നാട്ടിലൊക്കെ 9 എന്ന് പറഞ്ഞാൽ 9:15. ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരമല്ലല്ലോ ഇപ്പൊ പറഞ്ഞത്. ഞാൻ ചോദിച്ചെന്നാ ഞാൻ നിങ്ങളെ ഒരാളെ അല്ല പറഞ്ഞു. നിങ്ങളെ BTM സ്കൂളിൽ അങ്ങനെയാണോ ചോദിച്ചത്? അപ്പൊ അത്രയും താല്പര്യമുള്ള ഓർത്തോ നിങ്ങൾ നടന്നു വരുന്നത് കണ്ടാ അറിയാം താല്പര്യപ്പെടും. മനസ്സിലായ? നടന്നു വരുമ്പോ കാണും പറയാം 9:15 9:17 18 വരുന്ന സമയത്ത് വരുന്നതിന്റെ സ്പീഡ് കണ്ടാ അറിയാം നിങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പൊ ബാക്കിയുള്ളതെല്ലാം വെറും എക്സ്പ്ലനേഷൻ ആണ്. അങ്ങനെയല്ലല്ലോ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോ. ആണോ? എന്തുകൊണ്ടാണ് നാട്ടിലുള്ളവർക്ക് വലിയ പ്രോഗ്രസ് ഒന്നും ഇല്ലാത്ത വെച്ചതുകൊണ്ട്? മൂത്തടുത്തുള്ളവര് ഇന്ന് വരില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ല. കാരണം വെച്ചാൽ അവര് നടുവിലേക്കുള്ള യാത്രയെ കുറിച്ചൊരു ബോധമൊന്നുമില്ല. അവർ വീട്ടിലെത്തുമ്പോൾ 3 മണിയായി. അത് കഴിഞ്ഞിട്ടല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പൊ ആ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നടുവിൽ തൊട്ടടുത്തുള്ളവർക്ക് പോലും താല്പര്യമില്ലാതല്ലേ കാണാം. ഷരഫിന് നടക്കൂല. ഉണ്ടാവില്ല മിക്കവാറും. കാരണം അവർ തിരിച്ചെത്തുമ്പോൾ 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അവരിന്നലെ കറക്റ്റ് സമയത്ത് വന്നു, നേരത്തെ വന്നിരുന്നു. കാരണം ഞാൻ പറഞ്ഞിരുന്നു 8 മണിക്ക് ഉറപ്പെട്ടാലേ 9 മണിക്ക് എടുത്തു. അപ്പൊ അതുകൊണ്ട് അവര് നേരത്തെ കാലത്ത് വന്നു. ഇന്ന് സൺഡേ അല്ലേ, ബസ്സും കുറവായി. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ള വെച്ചാൽ ചോദിക്കണം. ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വരുന്നത് എന്തോ അറിയാനാണ്. ആ ഒരു ത്രില്ല്, ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കാണണം. അല്ലെങ്കിൽ നമുക്ക് ബോറടി. കാരണം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് തന്നെയാണ് ഉള്ളത്. നിങ്ങളുണ്ടാ ചോദിക്കാൻ? നിങ്ങൾ ആ ഗ്രൂപ്പിലുണ്ടാ? മെസ്സേജ് അയച്ചാ? സാറല്ല, ഡോക്ടർ TPS. കൃത്യമായിട്ട് ബോധത്തോടുകൂടി സംസാരിക്കുക, അബോധാവസ്ഥയിൽ സംസാരിക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ആ ഗ്രൂപ്പിലും ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്, ലൈക്ക് അടിക്കലോ ഹാൻഡ് കാണിക്കലോ ഒന്നും പാടില്ല. കാരണം അത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് അല്ലേ? ആ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ 4 വാക്ക് എഴുതിയാലല്ലേ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ പഠിക്കുള്ളൂ. ഞാൻ എത്ര എഴുതിയിട്ടുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കട്ടെ. അത് വായിച്ചു നോക്കിയിരുന്നോ? എന്നിരുന്ന കാര്യം ആ വായിച്ചതിൽ ഐ എഗ്രി, ഐ ഡോണ്ട് എഗ്രി, ഐ കുഡന്റ് അണ്ടർസ്റ്റാൻഡ്, അങ്ങനെയൊക്കെ വാക്കുകൾ എഴുതുമ്പോഴാണ് അതിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഞാൻ മനക്കെട്ടിട്ട് ഇത്രയൊക്കെ എഴുതും, നിങ്ങൾ അതിന് കൈ കൊണ്ട് ഇങ്ങനെ കാണും. എന്താ കാര്യം? അപ്പൊ പറയും വീട്ടിൽ പണിയുണ്ട്, എനിക്ക് വേറെ പണിയൊന്നുമില്ല. താല്പര്യമാണ് ഇതിന്റെയൊക്കെ ബേസിക്. കാരണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ശമ്പളം കിട്ടും, ഈ പിള്ളേരെ പഠിപ്പിക്കാറുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? സാറത് പിന്നെ ജനറലി ഏത് കച്ചറകളെയും വിളിക്കുന്ന ഒരു പേരാണ് സാറ്. എന്റെ മുഖത്ത് നോക്കുമ്പോ സാർ എന്ന് തോന്നരുത്. എന്റെ മുഖത്ത് ഡോക്ടർ TPS ആണ്. ഇയാളുടെ പേരെന്നാ? സാഹിറ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, മാഡം എന്ന് വിളിക്കുന്നതാണോ? ഞാൻ അല്ല, നിങ്ങളുടെ പിള്ളേര് വിളിക്കുന്നുണ്ടോ? കാരണം അത് കേട്ട് കേട്ട് ശീലാവുമ്പോ ഒരു സുഖം മാഡം. അതിന്റെ കാലം കഴിഞ്ഞില്ലേ? പറയൂ സാഹിറ, കറക്റ്റ് ആണോ അല്ലേ പറ. നോക്ക്, അട്ടി മുഖത്ത് അടിക്ക്. ആ ഒച്ച കേൾക്കണം. അടിക്ക് ശരിക്ക്, അല്ലെങ്കിൽ ഞാൻ വന്ന് അടിക്കും. ഡോക്ടർ TPS. കുറെ മനക്കെട്ടിട്ട് ഡോക്ടർ. ആ നോർമൽ അല്ല, ഞാൻ നോർമൽ അല്ല. എന്തുകൊണ്ടാ അറിയോ? നിങ്ങൾക്ക് നന്നാവുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിനെ കുറിച്ച് കോൺഷ്യസ് ആണ്. എന്താണ്? അബോധാവസ്ഥയിലല്ല പറയുന്നത്, ബോധത്തോടുകൂടിയല്ലേ പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം എത്ര പ്രാവശ്യം പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ മാറുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പിള്ളേരെ പഠിപ്പിക്കും? സ്വയം പോലും ഒരു കാര്യം കേട്ട് മനസ്സിലാക്കി അത് ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരാൾ ആണല്ലോ.
സ്വയം മാറാനോ പഠിക്കാനോ തയ്യാറല്ലാത്തതാണ്. ഞാൻ അതിനകത്ത് കാർല എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഇംഗ്ലീഷ് ടീച്ചറാണ്. അവരും ഞാനും ഇന്റർവ്യൂവിൽ കൂടെ ഇരിക്കാറുണ്ട് പലപ്പോഴും. കാലിഫോർണിയയിലാണ്. വയസ്സ് എത്രയെന്നറിയാം? 90-നടുത്തായി. ഓരോ വാക്കും പറയുമ്പോൾ എത്ര കെയർഫുൾ ആയിട്ട്. ആദ്യത്തെ വീഡിയോ മാത്രം ഒന്ന് കേട്ടു. ഞാൻ ആദ്യം ഇട്ടതാണ്, ഞാൻ ഓർത്തില്ല ഇന്നലെ. അത് കേൾക്ക് ശരി ഉറക്കെ. അതല്ല തോന്നുന്നു ആദ്യത്തേത് ഞാനിട്ടത്. ഇംഗ്ലീഷിനെ കുറിച്ച് ഇനി അത് അത് കേൾക്കല്ല വേണ്ടത്, അത് പറയണം. അവനവനും പറയണം. മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ ധാരണ ഇംഗ്ലീഷ് പറയുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് പറയുന്നതാണ്. അല്ല, ഈ പറയുന്നത് അമേരിക്കയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ലോകത്തെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ലോകത്തെ. പാകിസ്ഥാനിലൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവരിന്ന് പഠിക്കുന്നത്. പാകിസ്ഥാൻ കാർല എന്ന് പറഞ്ഞ അടിച്ചാൽ കാണാം, കുറേ വീഡിയോ കാണാം. അത് നമ്മൾ പറയണം. അപ്പൊ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടാല് ഗെയിം അടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഓ, ദിസ് ഈസ് ആൻ ഐ ഓപ്പണർ ഫോർ മീ. ഇതെനിക്കൊരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. എഴുതിയാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു. അപ്പൊ സെന്റൻസ് എഴുതണം. ആ സെന്റൻസ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പഠിക്കില്ല. അത് എഴുതാനുള്ള കഴിവുണ്ടാക്കുകയാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. അത് എഴുതുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ക്ലാരിറ്റി ആവും. എന്നിട്ട് അത് അതിൽ പറയണം. അതിനൊരു വോയിസ് മെസ്സേജ്. ഞാൻ എത്രയോ പറഞ്ഞു വോയിസ് മെസ്സേജ്. നിങ്ങളാരും ഇത് ദോശ ഇടുമ്പോഴായാലും വെക്കാലോ, അല്ലേ? അടുക്കള പണിയെടുക്കുമ്പോഴും വെക്കാലോ. അങ്ങനെയൊക്കെയാണ് പഠിക്കുക. സമയമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. എനിക്കറിയാം, നോക്കിയിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല, ഒന്നും സമയമില്ല എന്ന് പറയാം. ഒരു സമയക്കുറവുമില്ല. ടേബിളിന്റെ മുകളിൽ വെക്കുക, അത് പ്ലേ ചെയ്യുക, അവനവന്റെ പണി ചെയ്യാം. അത് എവിടെയായാലും പഠിക്കാം. അത് അങ്ങനെയാണ് പഠിക്കുക. സമയമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ 3 മണിക്കൊക്കെയാണ് റിപ്ലൈ കൊടുക്കുന്നത്. രാത്രി 1 മണി വരെയൊക്കെ ഉണ്ടാവും എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ. അതും കഴിഞ്ഞ് 3 മണിയും കഴിഞ്ഞ് 4 മണിക്ക് 6 മണിയാകുമ്പോഴത്തേക്കും പിന്നെ അടുത്ത പണി. എന്നിട്ട് ഇയാൾ ഇവിടെ വന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ ഓടി വന്ന് ഇയാളോട് പറഞ്ഞു, ഇവിടെ തുറന്നിട്ടുണ്ട്, വേണമെങ്കിൽ പുറത്തിരിക്കാം. എന്നിട്ട് പോയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആലോചിച്ചു. ഇയാൾക്ക് എൻ്റെ നമ്പർ പോലും ഇല്ല. ഇവിടെ ഇല്ല എന്നുള്ളത് വേറൊരാളെ വീട്ടിൽ പഠിപ്പിച്ചിട്ടില്ല. ഒക്കെ അത്യാവശ്യം. ഞാൻ ഇന്നലെ എല്ലാവരോടും പറഞ്ഞത് നിങ്ങൾ എൻ്റെ നമ്പർ എടുത്തിട്ട് മെസ്സേജ് എടുക്കുന്നത്. ഇയാളുണ്ടായിരുന്നു ആ സമയത്ത്? ലേറ്റ് ആയിട്ടാവുന്നു. ആ സമയത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുന്നുണ്ടോ പല സ്ഥലത്തും? എത്ര മണിക്കാ വന്നത് ഇന്നലെ? എത്ര മണിക്ക് എന്നല്ല ചോദിച്ചാൽ അതിന് ലേറ്റ് ആയി അർത്ഥമില്ലല്ലോ. എത്ര മണിക്ക് വന്നു? 11 o'clock വരുമ്പോ പിള്ളേരൊക്കെ അവിടെ ഇവിടെ ഇരുന്ന് പഠിക്കണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിക്കണ്ടേ അതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പോയി ചേർന്നോട്ടെ? അല്ലേ ഗ്രൂപ്പിൽ പഠിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ നിൽക്കും. ആക്റ്റീവ് ആവണം, കുറച്ചും കൂടി പ്രോ ആക്റ്റീവ് ആവണം. പ്രോ ആക്റ്റീവ് എന്നാവും. എന്താ പറയാ? എഴുതിയെടുത്തുവാ? ഇല്ല, ഞാൻ പറയുമ്പോഴേ എഴുതുള്ളൂ. നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുമ്പോൾ എഴുതുന്നതിന് വേണമെങ്കിൽ റിയാക്ഷൻ അല്ലെങ്കിൽ ആക്ഷൻ എന്നൊക്കെ പറയാം. പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ പറയുന്നതിന് മുമ്പ് റെഡിയായി. ഒരാൾ പറയുന്നതിന് മുമ്പ് അത് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ അടിച്ചു വരുന്ന സമയത്ത് ഇപ്പം വരുമ്പോ ഞാൻ ഇവിടെ അടിച്ചു വന്നതിന് ശേഷം ഇവിടെ അടിച്ചു വാരി. കാരണം ഇവിടെയൊക്കെ ഉറുമ്പുണ്ടായിരുന്നു. അത് ഞാൻ നോക്കി നിൽക്കണം. കാരണം അത് പഠിപ്പിച്ചിട്ടില്ല വീട്ടില്. അത് പറഞ്ഞ് ചെയ്താൽ ആക്റ്റീവായി, പറഞ്ഞിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ യൂസ്ലെസ് ആയി, പറയാണ്ട് ചെയ്താൽ പ്രോ ആക്റ്റീവ്. അപ്പൊ നമ്മൾ ആളെയൊക്കെ ശ്രദ്ധിക്കുക എങ്ങനെ വെച്ചാൽ പ്രോ ആക്റ്റീവ് ആവും. അപ്പൊ നിങ്ങൾ നടന്നു വരുമ്പോ പതുക്കെ ആ വരുന്ന കണ്ടറിയാം, ഒരു താല്പര്യമില്ല. കാരണം ഉണ്ടെങ്കിൽ ഓടി വരും. അങ്ങനല്ലേ വരുക.
എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കും. നിങ്ങളെ മാറ്റാൻ പറ്റുന്ന സംശയമായിരിക്കും. ചോദിക്കും. എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ, ഒന്നും ചോദിക്കാനില്ലെങ്കിൽ ഗോ, ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പടപടാന്ന് ചോദിച്ചോ. നിങ്ങൾക്ക് യാതൊരു കൂസലും ഇല്ല 9:00 വരുമ്പോ 9 മണിക്ക് വരണം എന്നുള്ളതാണ്. അയാൾക്ക് ബാധകമല്ല. ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങോട്ട് നോക്കുന്നത് നിങ്ങളുടെ അല്ല നോക്കുന്നത്. ആണോ അല്ലയോ? ഞാനിപ്പോ ചോദിച്ചത് ആണോ അല്ലയോ എന്നല്ലേ? അതിനൊരു ഉത്തരം പറഞ്ഞോളെ. 9 മണിക്ക് വരേണ്ട ഒരാൾ 9:30 വരുമ്പോ പതുക്കെ നടന്നു വരും. ഇതുവരെ ഫ്ലൈറ്റ് പോയിട്ടുണ്ടോ? ട്രെയിനിന് പോയിട്ടുണ്ടോ? സമയം പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ നടന്നു പോലെ ഓടിപ്പോകും. ഞാൻ ഇവിടുന്ന് ഓടിപ്പോകുന്നില്ലല്ലോ അല്ലെ? ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാൾ ഒരിക്കലും നന്നാണ്. അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു സ്കൂളും നന്നാണ്. ഞാനിപ്പോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള BTM സ്കൂള് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഇൻഡിസിപ്ലിൻഡേ ആവും. മനസ്സിലാവുണ്ടോ? സമയം തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓണർ ഉണ്ട്, പ്രിൻസിപ്പൽ ഉണ്ട്, ടീച്ചർമാര് പറയാമായിരുന്നു 9 മണിക്ക് ഞങ്ങൾ ആരും വരില്ല, ഞങ്ങൾക്ക് 12 മണിക്ക് വരാൻ പറ്റുള്ളൂ. 12 മണിക്ക് വെച്ചാൽ മതിയായിരുന്നു. നമുക്ക് വേറെ പണി ചെയ്തൂടെ? പറയൂ. ഇന്ന് എന്റെ ഏട്ടൻ വരുന്നുണ്ട് പയ്യന്നൂർ ട്രെയിൻ. ഞാൻ രാവിലെ പോയിട്ട് പിക്കപ്പ് ചെയ്യാമായിരുന്നു. പക്ഷെ എനിക്ക് 9 മണിക്കൂടെ വരണം എന്നുള്ളതുകൊണ്ട് ഞാൻ പോയില്ല. എനിക്ക് എന്റെ ടീച്ചറെ കാണാൻ പോകണം കണ്ണൂര്. ഞാൻ പോയില്ല, കാരണം ഈ ഒരു പണിയുള്ളതുകൊണ്ട്. അതല്ലല്ലോ പ്രത്യേകത. അത് ബാലനാണോ ശ്രീധരനാണോ എന്നുള്ളതിൽ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞതിന്റെ കണ്ടന്റ് അതല്ലല്ലോ. അതാണോ പ്രശ്നം? അല്ല നിങ്ങൾ ഡിസിപ്ലിൻ ഇല്ല എന്നുള്ളതിനെ കുറിച്ചാണോ ഞാൻ സംസാരിക്കുന്നത്? അതിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഞാൻ പോയിട്ടില്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും അതല്ലല്ലോ പ്രശ്നം. നിങ്ങൾ പോകേണ്ട കാര്യമുണ്ടോ വെച്ചൂടെ? അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് ഒരു വിലയുമില്ല. നിങ്ങളെ ജന്മത്തിൽ നിങ്ങൾക്ക് ഒരു ഇസ്രോ സയന്റിസ്റ്റിനെ ഇങ്ങനെ കിട്ടില്ല ജീവിതത്തിൽ. അത് നിങ്ങൾക്ക് വില മനസ്സിലാകത്തോണ്ടാണ്. അത് മനസ്സിലാവുന്ന കുറെ ആൾക്കാരുടെ കൂടെ ജീവിച്ചോണ്ടാ പറയുന്നത്. ഒരു ചോദ്യമില്ല നിങ്ങൾക്ക്. പഠിക്കണം എന്ന് ആഗ്രഹമില്ല. ഒരു പ്രാവശ്യം നിങ്ങളുടെ സ്കൂളിൽ വന്ന് ക്ലാസ് എടുത്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്നെ കാണണം എന്ന് ആഗ്രഹം, എന്തെങ്കിലും ചോദിക്കണം, പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരല്ലേ പഠിപ്പിക്കേണ്ടത്? ആണോ അല്ലയോ? ഒരാൾ ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ ടീച്ചർമാർ വന്നിട്ടില്ല, കുട്ടികൾ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെയും നമുക്കൊരാഗ്രഹം നമ്മുടെ നാട്ടിൽ കുറച്ച് പിള്ളേരെ ഇങ്ങനെ സഹായിക്കാൻ പറ്റും. നിങ്ങൾ ഇന്നലെ പോയിട്ട് എത്ര പേരോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ നടന്നിരുന്നു? ഏതെങ്കിലും ഒരാളോട് പറഞ്ഞിട്ട് വേറൊരു കുട്ടി എന്നെ വിളിച്ചിരുന്നു എന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഒരു 4 പേരെ വിളിച്ച് കൊണ്ടുവന്നിരുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. ഒരാളും, ഒരു ടീച്ചർമാരും ഒരു കുട്ടികളും വേറെ ഏതെങ്കിലും ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുമോ? ഇയാൾ ഏതെങ്കിലും ഫ്രണ്ടിനോട് പറഞ്ഞു ഇയാൾ ഇല്ല. സെൽഫിഷ്, അവനവന്റെ കാര്യം മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എത്തിച്ച നാരായണകുട്ടിയോട് രാവിലെ വിളിച്ച് പറയില്ലേ ഞാൻ പോകുന്നുണ്ട്, വരുന്ന സമയത്ത് മാവിച്ചേരി വേണമെങ്കിൽ അഭിനന്ദന പേര് ഓന് വലുതാമ IAS ഓഫീസർ ആവണമെന്നാ പറഞ്ഞത്. ഞാൻ പറയണത് നിങ്ങൾക്ക് ആ ഒരു എന്റെ നമ്പർ പോലും ഇല്ലാത്തൊരാണ്. എന്റെ നമ്പർ ഉണ്ടോ കയ്യിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്? അത്രേ ഉള്ളൂ കോണ്ടാക്ട്. അപ്പൊ അവൻ നാരായണൻകുട്ടിയോട് പറയണം. ഇനി അത് പറയുന്ന സമയത്ത് സിവിൽ സർവീസിനെ കുറിച്ച് ഞാൻ ഒരു ബുക്ക് എഴുതിയിരുന്നു, നിങ്ങൾക്ക് അറിയാം? അതും അറിയില്ല. ഇന്റർനെറ്റിൽ പോയി നോക്കിയിരുന്നു, എന്റെ വെബ്സൈറ്റ് നോക്കിയത്. ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടനാ യൂട്യൂബിൽ? ഇല്ല. ഈ ഇന്നലെയുള്ള കംപ്ലീറ്റ് യൂട്യൂബ് രാത്രി ഇരുന്ന് പ്രോസസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇവിടെ ഇന്റർനെറ്റിൽ അവിടെ പോയിരുന്ന് അത് അപ്ലോഡ് ചെയ്തു 2 വീഡിയോസ്. എത്ര മണിക്കൂർ പണിയെടുക്കണമെന്ന് അറിയാം? 6 മണിക്കൂർ പണിയെടുക്കണം. എന്നിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബാധവുമില്ല.
നിങ്ങളടുത്ത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളടുത്ത് ഫോണില്ല. വീട്ടിലെങ്കിലും ഫോണില്ലേ? ഉണ്ടോ ഇല്ലയോ? വായ തുറക്കന്റെ കുരങ്ങന്മാരെ, നിങ്ങൾ എന്ത് ജീവികളാണ്? കടവാതിൽ എന്നൊക്കെ കണ്ടിട്ടുണ്ട്, ഏകദേശം അതുപോലെ ഉണ്ട്, കറുത്ത തൊപ്പി ഇട്ടിട്ട്. വായ തുറന്ന് വർത്തമാനം പറയേ. ഞാൻ ചോദിക്കുമ്പോ ഉത്തരം പറഞ്ഞൂടെ? നിങ്ങളുടെ വീട്ടിൽ ഫോൺ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. എന്നിട്ട് എന്താ കാര്യം? അത് കച്ചവടം നടത്താൻ മാത്രമാണോ? ഇതിന് ഉപയോഗിക്കില്ലെങ്കിൽ നിങ്ങൾ എന്തിനു ഉപയോഗിക്കാത്? ഞാൻ പറഞ്ഞില്ലേ എത്ര പേര് റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട് ഇന്നലത്തെ ഇവിടെ നടന്നതിനെ കുറിച്ച്. ഇന്നലെ ഇവിടെ നടന്ന സംഭവത്തെ കുറിച്ച് റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ വായിക്കും. ഇന്നലെ വന്നതിന്റെ എന്താ ഗുണമുണ്ടായിരുന്നു വായിക്കും. വായിക്കില്ല, അവിടെ പോയി. അടുത്ത ആൾ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടോ? എന്നിട്ട് അയച്ചിരുന്നോ? അതായത് അത് ആ നെറ്റിൽ എഴുതിക്കൂടെ? കുറച്ചും കൂടി ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക്. അപ്പൊ ഞാൻ അങ്ങടല്ലേ നോക്കണ്ടോ, അത് എഴുതാത്തവരെ ഞാൻ നോക്കൂല. അത്ര ഉണ്ട്, അതുകൊണ്ട് ഇപ്പുറത്തേക്ക്. എന്നാ ഒന്ന് വായിക്കത്. എഴുതിയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എഴുതാത്തവർ ഇപ്പുറത്തെ എഴുതിയതിപ്പോ. ഇപ്പൊ എഴുതിക്കോ. ഇന്നലെ ഇവിടുന്ന് എന്താ പഠിച്ചതെന്ന് എഴുതിയിട്ട് ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് വരും. അവിടെ ഇരുന്നാ മതി. നിങ്ങളുടെ ഒക്കെ ഒരു ധാരണ എഴുന്നേറ്റാലും സാറിന് വിളിച്ചാലാണ് ബഹുമാനം. അതല്ല, അനുസരണയാണ് ബഹുമാനം. I would like to write a review about first day program organized by our weekend school. Yesterday we discussed with Dr. TPS how to improve education to suit the. Don't disturb. നിങ്ങൾ വന്നത് തന്നെ ലേറ്റ്. ഫസ്റ്റ് ഡിസ്റ്റർബൻസ്. സെക്കൻഡ് ഒരു കാര്യം നടക്കാം, അതിന്റെ ഇടയിൽ വിളിക്കരുത്. ഒന്നെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടോ? അവിടെ പോയിരിക്കും. റിപ്പോർട്ട് എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുക. ഇപ്പൊ എഴുതിക്കോ. ഇന്നലെ നടന്ന സംഭവം കൃത്യമായിട്ട് എഴുതാം. അവിടെ പോയിരിക്കും. And also how a teacher should think creatively in class, how to increase ability of students, skill, creativity, communication skill, learning skill, development of logical thinking, etc. That means created awareness about augmented reality. Then Dr. TPS shared many ideas. വേഗം എഴുതിയാൽ ഇപ്പുറത്തേ ഉള്ളൂ. കുറച്ചേ എഴുതിയിട്ടെങ്കിൽ നേരെ പോയിക്കോളാൻ പറയും. Augmented reality with us. He said that world is dramatically changed, so we should also think accordingly. At that time, our classroom will be better, teaching, learning process also will be better, and our ability also will be better and change. So, next, we discussed about 1 billion, billions. Million, billion, trillion. Million, billion, trillion. Then 1 lakh is 1 million. 1 lakh is? 10 lakh, sorry. 10 lakh is 1 billion. Then, after 190 is 1 billion. Trillion, 9 ആയത്. ആണോ? 1 million, 10 lakh. After 6 zeros ആയാല് മില്യൺ, 9 zeros ആയാല് ബില്യൺ, 12 zeros ആയാല് ട്രില്യൺ. ബൈ എന്ന് പറഞ്ഞാൽ 2 എന്നർത്ഥം. ഓക്കെ, അപ്പൊ 2 പ്രാവശ്യം 0 ആഡ് ചെയ്തു 1000 ശേഷം. 1000 കഴിഞ്ഞാൽ മില്യൺ, ബില്യൺ, ട്രില്യൺ. ട്രൈ എന്ന് പറഞ്ഞാൽ 3 ടൈംസ് അതിനെ പിന്നെയും 0 നെക്സ്റ്റ് സാൻസ്ക്രിറ്റിൽ ഏകം, ദശം, ശതം, സഹസ്രം, അയുധം, പ്രയുധം, കയുധം, വൈദം, ചൈതം, അങ്ങനെ കുറെ ഉണ്ട്. നെക്സ്റ്റ് പ്രസൻസ് ഓഫ് മൈൻഡ് ഈസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്ലസ് ആറ്റിറ്റ്യൂഡ് പ്ലസ്. പ്രസൻസ് ഓഫ് മൈൻഡ് അല്ല, പെർഫോമൻസ് ആണ്. പെർഫോമൻസ്. എന്തിനാ ഇത് വായിക്കാൻ പറയുന്നത് അറിയാം? റിപ്പോർട്ട് എഴുതുമ്പോൾ ഞാൻ പറയുന്നത് തന്നെ ആവണമെന്നില്ല, നിങ്ങൾ മനസ്സിലാക്കി. ചിലപ്പോൾ തെറ്റും, അത് കൃത്യമാക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ തെറ്റ് പഠിപ്പിച്ചു താവും. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാല് പെർഫോമൻസ് ആണ് ആ ഫോർമുല. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ ഒരു കാര്യം തേങ്ങ വീഴുമ്പോൾ നേരെ ചാടി പോകാനുള്ള കഴിവിനെയാണ്, അവിടുന്ന് രക്ഷപ്പെടാനുള്ള കഴിവിനാണ് പ്രസൻസ് ഓഫ് മൈൻഡ്. That means opportunity is past, attitude is present, and skill is future. The next,
word meaning of Lal Salam. ലാൽ സലാം. That is Arabic word. നന്മ വരട്ടെ. നിങ്ങൾ തന്നെ ചായ ആലോചിച്ചിട്ടുണ്ടാവില്ല. വെക്കാൻ പോയി. നിങ്ങൾ തന്നെ ആലോചിച്ചിട്ടുള്ളത് ലാൽ സലാം എന്നുള്ള വാക്ക് ഇന്നലെ കിട്ടിയ. എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും ആലോചിച്ചു. Then we discussed about art and craft work. Then glass, water, flower ഉപയോഗിച്ച് ടേബിൾ സ്റ്റോൺ ഉണ്ടാക്കുന്നത്. That was day for yesterday. Yes. Not yesterday. Not yesterday. Yes. 24th. 25th. Then balloon ഉപയോഗിച്ച് പൂരി ഉണ്ടാക്കുന്നതാണ് സാർ. ആട്ടപ്പൂരി മോള് കൊണ്ടുവന്നിട്ടുണ്ട് സാർ. എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. Good. ഡ്രോപ്പ് ക്രാഫ്റ്റ് ഉപയോഗിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോന്റെ സ്പെല്ലിംഗ് എന്നാ? DOUGH. 4 സ്റ്റീൽ സ്കെയിൽ ഉപയോഗിച്ച് സ്ക്വയർ, സർക്കിൾ, എലിപ്സ് ഉണ്ട്. ഇന്നലെ കാണിച്ചു. ഓഗ്മെന്റഡ് റിയാലിറ്റി ആയിട്ടുള്ള പുസ്തകം കാണിച്ചെന്നില്ലേ? ലയണിനെ കൊണ്ട്. ഇതിന് അനന്തൻ മാസ്റ്റർ സ്വന്തം കൈവശത്തിൽ എഴുതിയ ഭഗവത് ഗീത ഗുരു ശിഷ്യ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഇതിന്റെയൊക്കെ പടെടുക്കുക, എന്നിട്ട് ഗ്രൂപ്പിൽ ഇടുക. ഓക്കെ, അടുത്ത ആൾ പടെടുത്തിട്ട് ആ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പിൽ ഇടുക. പിന്നെ ഇതിനെന്താ പറയാന്നറിയാം? മാറ്റർ ഓഫ് ഫാക്ട് എന്നാ പറയാ. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ മാറ്റർ ഓഫ് ഫാക്ട് ആവരുത്. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും മാറ്റർ ഓഫ് ഫാക്ട് അല്ല. ഇപ്പം ഐ ഫെഡ് യു എ ബ്യൂട്ടിഫുൾ ഫീസ്റ്റ് വിത്ത് ലോട്ട് ഓഫ് ഡിഷസ് അറൗണ്ട്. ഓക്കെ, ദെൻ യു ആർ ഡിസ്ക്രൈബിങ് വാക്കുകളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. Rice was there, chapati was there, parota was there, curries were there. That is description. No cook will love to hear description. What he want at the end, what he expects, tell me. What is that somebody expects? I gave you food. What is that I expect? Happy. What is that I expect from you? Thanks. Is it thanks? That's what you do? When you go to somebody's house, eat well and then say thank you? That is what you will do? Meet again. Is it? Don't you even tell that the feast was fantastic, it was really good, I enjoyed eating? Don't you tell this? Yes or no? Yes. Then why are you not telling this? That is called appreciating, right? Every writing should be with appreciation. That ആ സ്വഭാവം ഇല്ല, കണ്ണൂർക്കാർക്ക് തീരെ ഇല്ലാത്ത സ്വഭാവം. അതുകൊണ്ടാണ് എന്ത് പറ്റുക അറിയോ? അതുകൊണ്ട് യു കനോട്ട് ഈവൻ ഗെറ്റ് ഇൻ ടു കോൺടാക്ട് വിത്ത് പീപ്പിൾ. ദേ ഡോണ്ട് ലൈക്ക് പീപ്പിൾ. ദാറ്റ്സ് വൈ കണ്ണൂർ ഭയങ്കര അറഗന്റ് ആണ്, യൂസ്ലെസ് എന്നൊക്കെ പറയാൻ കാരണം അവര് അറിയില്ല എങ്ങനെയാണ്. ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. ശരി, ചെന്ന് കയ്യും കഴുകിട്ട് പോകും, ഒരു കാര്യം പറയും. അപ്പൊ ആ സമയത്ത് അത് കേടാണെങ്കിലോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ അതെല്ലാവരോടും പറഞ്ഞു കൊടുക്കും. യു ഡോണ്ട് നോ ഹൗ ടു അപ്രീഷിയേറ്റ്. ഇതെല്ലാം എഴുതിയിട്ടുള്ളത് മാറ്റർ ഓഫ് ഫാക്ട് ആണ്. ദിസ് വാസ് ഫസ്റ്റ്, ഐ ആം ഹിയറിംഗ് ദിസ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്തായി അല്ലേ? ദാറ്റ് വാസ് എ ഗ്രേറ്റ് ഐഡിയ. അങ്ങനെ പറഞ്ഞാൽ എന്തായി? യു ആർ അപ്രീഷിയേറ്റിംഗ്. തലയാട്ടല്ലേ, വായ തുറക്ക്. വായ തുറന്നിട്ട് സംസാരിക്കുക, അതാ വേണ്ടത്. ഞാൻ ഇപ്പൊ പറയുന്നതും അതാണ്. ഞാൻ ഈ പറയുമ്പോ നിങ്ങളെ മണ്ണുകൊണ്ടാണോ കല്ലുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ല മനുഷ്യൻ എന്ന് പറയുന്ന സെല്ല് കൊണ്ടും വികാരം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്കറിയാം. ഡോണ്ട് യു നോ ഹൗ ടു അപ്രീഷിയേറ്റ്? ഞാനിപ്പോ ചോദിക്കാം, ഡോണ്ട് യു നോ ഹൗ ടു അപ്രീഷിയേറ്റ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനൊരു ആൻസർ പറയേ. ഞാൻ പിന്നെയും പറയണോ ആൻസർ പറയുന്നത്? വാ തുറന്ന് പറയേ. ഡു യു നോ ഹൗ ടു അപ്രീഷിയേറ്റ്?
ആ യെസ് എന്ന് പറയാൻ ഞാൻ 10 പ്രാവശ്യം ചോദിക്കണോ? യെസ്, ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ്. യൂസ് ദാറ്റ് സെന്റൻസ്. Yes, യെസ്. I am going to do it. Yeah, I couldn't because I am not practiced. That is my failure. Oh, I should have done it. ഞാൻ പറയേണ്ടതായിരുന്നു. ആ ഒരു ഫീലിംഗ് വരണ്ടേ മുഖത്ത്. ആ വന്നാലല്ലേ നിങ്ങൾ മാറുള്ളൂ. അതല്ല നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞോ, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യുന്നുള്ള മുഖം കാണിച്ചാൽ തോന്നും. നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ? പറയില്ല. എന്തോ ആയിക്കോട്ടെ, ശപിക്കുകയും ചെയ്യും എൻ്റെ ഇടയിൽ. സോ ലേൺ ഹൗ ടു അപ്രീഷിയേറ്റ്. അത് മുഖത്ത് കാണണം. യു അണ്ടർസ്റ്റുഡ്? അപ്പൊ അത് എഴുതി കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചിട്ട് ഹഗ് ചെയ്തോ ഇല്ലയോ? ദാറ്റ് ഈസ് അപ്രീസിയേഷൻ. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ആ അപ്രീസിയേഷൻ ഇല്ലെങ്കിൽ മനുഷ്യൻ എന്താ കാര്യം? അത് മനുഷ്യനായിട്ട് എന്താ കാര്യം? അത് മനുഷ്യനല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. സോ യു ഷുഡ് ഹാവ് ദറ്റ് എബിലിറ്റി. So what do you do when somebody gives you food? You will tell at the end, yeah, the food was delicious. ഒരു ക്ലാസ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് പൊടിയും തട്ടിട്ട് പോവല്ല ചെയ്യേണ്ടത്. അതാണ് ക്ലാസ്സുകളിൽ നിങ്ങൾ നടക്കുന്നത്. അത് നിങ്ങൾ ഒരിക്കലും ടീച്ചേഴ്സ് കുട്ടികളടുത്ത് പറഞ്ഞിട്ടില്ല, ഓ ഐ ലവ് ദ ക്ലാസ് എന്ന് പറയാൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഞാനൊക്കെ എൻ്റെ ചെറിയ മക്കളുടെ LKG UKG ടീച്ചർമാരുടെ വീട്ടിൽ കൊണ്ടുപോകും. മനസ്സിലാവുന്നുണ്ടോ? പഠിപ്പിക്കുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവരുടെ അടുത്ത് പറയും, നിങ്ങൾ ഇന്ന് പഠിപ്പിച്ചത് വളരെ ഇഷ്ടമായി എൻ്റെ മോൻ. ആ ഒരു സ്വഭാവം ഇല്ലല്ലോ ഇവിടെ. തൊട്ടടുത്ത് വീടാണെങ്കിൽ പോലും മൈൻഡ് ചെയ്യുന്നില്ല. അത് പാടില്ല. യു ഷുഡ് ചേഞ്ച്. ലോകത്തിൽ ജോലി കിട്ടുന്നത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അപ്ലിക്കേഷൻ കൊടുത്തിട്ടും രാഷ്ട്രീയം നോക്കിയിട്ടൊക്കെ. എൻ്റെ അമ്മ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഉടനെ ഞാൻ ചോദിച്ചു, മാർക്സിസ്റ്റ് അല്ലേ? അവൻ പറഞ്ഞു ആണെന്ന്. അത് പറയേണ്ട കാര്യമില്ല, അങ്ങനെ ആയാലും കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തും അങ്ങനെയല്ല, കോൺടാക്ട്സ് ആണ്. എന്താണ് കോൺടാക്ട്സ്? നിങ്ങൾ ഗുണമുള്ള ആളെന്ന് അറിഞ്ഞാൽ ഞാൻ ഉടനെ ഒരു സ്ഥലത്ത് നിങ്ങളെ റെക്കമെൻഡ് ചെയ്ത് ജോലി ചെയ്യും. അവിടെ ഒരു റെക്കമെൻഡേഷൻ ആണ്. പക്ഷെ ഗുണം ഉണ്ടെന്ന് അറിഞ്ഞാലേ ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ എന്താ അറിയോ, ഞാൻ റെക്കമെൻഡ് ചെയ്ത് നിങ്ങളെ ആക്കിയാൽ എനിക്ക് പെനാൽറ്റി വരും. നിങ്ങളവിടെ പെർഫോമൻസ് ബാഡ് ആയാൽ ഐ വിൽ ബി ഇൻ ജയിൽ. ഇപ്പം ഗൾഫിലേക്ക് പോകുന്ന ഒരാൾ, നിങ്ങൾ ആരാ സ്പോൺസർ ചെയ്തതനുസരിച്ചിട്ട് അയാൾക്കാ കുറ്റം വരുമോ? നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന ഒരു അറബി ആയിരിക്കുമല്ലോ, അതിന്റെ കുറ്റം അറബിക്കാ വരുവാ. അയാളുടെ 10 പേരെ സ്പോൺസർ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് തട്ടണം. അങ്ങനെ പണിഷ്മെന്റ്. സോ രണ്ടും വേണം, പണിഷ്മെന്റും വേണം, അപ്രീസിയേഷനും വേണം. അത് രണ്ടും ഇല്ലെങ്കിൽ കാഷ്വൽ ആവും. ജീവിക്കാനൊക്കെ അത് മതി. ഇവിടെയൊക്കെ കുറച്ചും കൂടി ഉയർന്ന എവിടെയെങ്കിലും പോകണമെങ്കിൽ ദാറ്റ്സ് വെരി വെരി എസെൻഷ്യൽ. സോ യുവർ ഹാൻഡ് റൈറ്റിംഗ് ഹാസ് ടു ഇംപ്രൂവ്. ഇവിടുന്ന് നോക്കിയാൽ പറയാം. ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ 2 മാർഗങ്ങളാണ്. ലെറ്റർ വൈസ് ഇറ്റ് മേ ബി ഗുഡ്, ബട്ട് വേർഡ് ഫ്രം വേർഡ് ടു വേർഡ് ഡിസ്റ്റൻസ് കറക്റ്റ് ആവണം. ഞാൻ ഇവിടെ നോക്കിയാൽ പറയും ഡിസ്റ്റൻസ് കറക്റ്റ് അല്ല. ആണോ അല്ലയോ? ആ ഡിസ്റ്റൻസ് കറക്റ്റ് ആയാൽ അങ്ങനെയല്ലേ പ്രിന്റ് ചെയ്യുമ്പോൾ. ബിറ്റ്വീൻ വൺ വേർഡ് ടു അനദർ വേർഡ് ദർ ഇസ് എ ഗ്യാപ്പ്. നെക്സ്റ്റ് വേർഡ് ടു നെക്സ്റ്റ് വേർഡ് ദർ ഇസ് എ ഗ്യാപ്പ്. ദാറ്റ് ഹാസ് ടു ബി ഈക്വൽ. കുറച്ച് മെനക്കെട്ടാവും. ഒരാഴ്ച മെനക്കെട്ട ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യും. ഇവിടെ ഒരാഴ്ചത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഒരു കുട്ടിയെ പുറത്താക്കിയതാണ്. സുവോളജി പഠിക്കാൻ പറ്റില്ല, എനിക്ക് റെക്കോർഡ് എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്. SN കോളേജ് ഇവിടെ വന്നു എന്നോട്, സന എന്ന് പറഞ്ഞ കുട്ടി. അത് കഴിഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ കോളേജിൽ എല്ലാ ബോർഡും എഴുതുന്നതാണ്. അതുകൊണ്ട് ഹാൻഡ് റൈറ്റിംഗ് അത്രയും ബെസ്റ്റ് ആയി. ഞാനല്ല പഠിപ്പിച്ചത്, ശരിക്കും ഏട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗിന്റെ ബുക്ക് ഇവിടെ കീപ്പ് ചെയ്തു. ഞാൻ ഇപ്പോൾ ഹൈദരാബാദ് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. പഠിക്കണം ടീച്ചേഴ്സ് പ്രത്യേകിച്ചും. ഏട്ടനൊക്കെ എഴുതുന്ന സമയത്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ്? എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു അടുത്ത കാലത്ത്, ഞാൻ ഷാരഫിനെ കൊണ്ടുവരും. അയാൾ എഴുതി കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്ത പോലെ ഇരിക്കുമ്പോൾ അത് പടെടുത്താൽ. G ഒക്കെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, പ്രിന്റ് എഴുതാം. A ഇങ്ങനെ എഴുതാം. അങ്ങനെ ഞാൻ എഴുതും. അപ്പൊ ഒരാള് അങ്ങനെയാണ്, എനിക്കും അങ്ങനെ ആവണം എന്ന് വെച്ചാൽ മെനക്കെടും. ഓക്കെ, റീഡ്. Yesterday, Dr. TPS delivered so many words and things. ഡെലിവേർഡാ. ഡെലിവേർഡ് ലെക്ചർ എന്ന് പറയും. അങ്ങനല്ല, എന്ന് പറയും. ഡെലിവേർഡ് ബേബി എന്ന് പറയും. ഡെലിവേർഡ് വേർഡ്സ് എന്നല്ല പറയാം. എന്താ പറയാൻ ഉദ്ദേശിച്ചത്? ആ സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. The first thing ആ സെന്റൻസ് ഒന്നുകൂടി വായിക്കും. Yesterday, Dr. TPS told so many. നോക്കത് ശരിക്കും അത് വായിച്ച് എന്താന്ന് വായിച്ച സെന്റൻസ് ഫുൾ വായിക്കത്. Then only I can correct it. That's why I'm saying.
Yesterday, Dr. TPS delivered some words and some things. ഈ സം എപ്പോഴാ പറയാ അറിയോ? ഇപ്പൊ കുറേ ഭക്ഷണം കൊടുത്തു, എന്താന്ന് വെച്ചാൽ കുറേ സാധനം തന്നു. എന്താ കഴിച്ചത്? കുറേ കഴിച്ചു. ഒരിക്കലും നല്ല ഇവാലുവേറ്റർ അങ്ങനെ പറയില്ല. അയാൾ എങ്ങനെ പറയാ? സാമ്പാർ വാസ് ഫാന്റാസ്റ്റിക്, ചിക്കൻ കറി വാസ് ബെസ്റ്റ്, നോ ദ ഫ്രാഗ്രൻസ് ഓഫ് ബിരിയാണി വാസ് ഗ്രേറ്റ്. ഓരോ സംഭവത്തെക്കുറിച്ചും കൃത്യമായിട്ട് പറയാൻ അറിയാത്ത ഒരാളാണ് എന്ത് പറയാ? സം എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഹി ടോൾഡ് സംതിങ്, അയാൾ എന്തോ പറഞ്ഞു എന്നർത്ഥം. എന്റെ അർത്ഥം എന്താണ്? യെസ്റ്റർഡേ ഡോക്ടർ TPS അയാൾ എന്തെല്ലോ പറഞ്ഞു. അത് ഗുണാണോ മോശമാണോ? മോശമാണ്. അങ്ങനെയല്ല പറയേണ്ടത്. യു അണ്ടർസ്റ്റുഡ്? ബി സ്പെസിഫിക്. എന്താണ്? ബി സ്പെസിഫിക്. കൃത്യമായിട്ട് പറയണം. ഓക്കെ, അതിൽ 2-3 എക്സാമ്പിൾസ് കൊടുത്ത് പറഞ്ഞാല് അത് ജനറൽ ആയിട്ട് പറയാം. യെസ്റ്റർഡേ Dr. PS കറക്റ്റ്. ഡോക്ടർ TPS gave us amazing words. ജനറൽ ആയിട്ട് ഇപ്പൊ ഈ എഴുതിയത് എല്ലാത്തിനും കൂടി ഒരു ഹെഡിങ് കൊടുക്കണം എന്ന് എഴുതി. ഇന്നലെ നടന്ന ക്ലാസ്സിന് ഒരു ഹെഡിങ് കൊടുക്കണം. എന്താ കൊടുക്കുക? നോ, അങ്ങനെ ഒരു ക്ലാസ് അങ്ങനെയല്ലല്ലോ. അത് വെറുതെ അപ്രീസിയേഷൻ ആണ്. ഞാൻ അപ്രീസിയേഷൻ അല്ല, കണ്ടന്റിന് ഒരു ഹെഡിങ് കൊടുക്കണം. എന്താണ് ഇന്നലെ ഇവിടെ നടന്നത്? ഞാൻ ആകെ പഠിപ്പിച്ച എന്റെ ആകത്തുക എന്താണ്? ഇന്നലെ ഇവിടെ വന്ന് എന്ത് പഠിച്ചു ഒരു സെന്റൻസിൽ പറയണമെന്ന് പറഞ്ഞു. കുറേ സംഭവം എന്നല്ല, കൃത്യമായിട്ടൊരു കാര്യം ആകെ തുകയായിട്ട് ഒരു ഹെഡിങ് കൊടുക്കണം. ന്യൂസ് പേപ്പർ വരുമ്പോൾ അതിനൊരു ഹെഡിങ് ഉണ്ടാവും, ഇല്ലേ? അല്ലേ? എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞോ? മോദിന്റെ ലെക്ചർ ഭയങ്കര ഗ്രേറ്റ് ആയിരുന്നു നല്ലല്ല പറയാം. ഒരു കണ്ടന്റാ പറയാം. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഒരു സംഭവം എടുത്ത് കാണിക്കും. ഓക്കെ, എല്ലാം എടുത്ത് പോവാ, ഡിസ്റ്റർബ് ആക്കരുത്. സോറി. ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഒരു വാക്കിൽ എങ്ങനെ പറയും? ഇന്നലെ എന്താ പഠിച്ചത് ഇവിടെ? ഇന്നലെ എന്ത് വന്നിട്ട് എന്ത് പഠിച്ചു? ഇന്നലെ നടന്ന കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെയൊക്കെ കൂടെ എന്തായിരുന്നു ആകത്തുക? നോട്ടീസ് ഇല്ലേ കയ്യില്? നിങ്ങൾക്ക് നോട്ടീസ് കിട്ടിയിരുന്നോ? ആ നോട്ടീസിൽ എന്താ എഴുതിയിരുന്നു? കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് പഠിപ്പിക്കുന്ന പറഞ്ഞു? അത് എന്തിന്? ശില്പശാല എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ്. എന്ത് പഠിപ്പിക്കാനുള്ള വർക്ക്ഷോപ്പായിരുന്നു? അപ്പൊ അതിനുള്ള വല്ലതും പഠിച്ചുകൂടെ? അതല്ലേ എന്റെ ഉത്തരം. നാരായണകുട്ടി ചെരുപ്പിപ്പുറത്തൊക്കെ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളായിട്ട് മാറില്ല. പറഞ്ഞില്ലെങ്കിൽ അവിടെ വെച്ചിട്ട് വരില്ലായിരുന്നു. അങ്ങോട്ട് പോയത് തന്നെയല്ല. No. I want the answer. What can be the heading? എന്തായിരിക്കും ഹെഡിങ്? എന്തായിരിക്കും ഹെഡിങ്? എന്തായിരിക്കും ഹെഡിങ്? അതെ, പഠനത്തിന്റെ മികവെന്ന് പറഞ്ഞില്ലേ മോളെ? അതങ്ങോട്ട് വായ തുറന്ന് പറഞ്ഞൂടെ? അതെ, അതിനുള്ള മെത്തേഡ് എന്താ ഉപയോഗിച്ചത്? നിങ്ങൾക്കത് ബുദ്ധിയില്ലേ? ആലോചിക്കൂല്ലേ നിങ്ങള്? ഒരിക്കലും നിങ്ങളെ ടീച്ചർമാർ ചോദ്യം ചോദിച്ചിട്ടില്ല. ഇന്നലെ ഇവിടെ നടന്നത് എന്താണ്? പഠിക്കാനുള്ള മെത്തേഡ് എങ്ങനെയാ ഞാൻ ഉണ്ടാക്കി തന്നത്? എന്ത് ആക്ടിവിറ്റിയാ ചെയ്തത്? അതങ്ങോട്ട് പറഞ്ഞൂടെ? എന്തിനാ ഈ ഡിലേ? ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. വൈ ഐ ഹാവ് ടു ആസ്ക് 4 times to get an answer from you? ഒരു ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നല്ലതാണെന്നാണ് ഞങ്ങൾ സാധാരണ പറയാന്ന് പറഞ്ഞൂടെ? താങ്ക്സ് പറഞ്ഞിട്ട് പോവയ്യ. ആ ബോധം ഉണ്ടാവണ്ടേ? സോ ദാറ്റ് വാസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. സോ വാട്ട് ഡിഡ് യു ലേൺ? ആ ഗ്രൂപ്പ് ആക്ടിവിറ്റി അവസാനം എന്തിനാ ഗ്രൂപ്പ് ആക്ടിവിറ്റി നടത്തിയത്? പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ. സോ എന്താണ് ക്ലാസിന്റെ ഇന്നലത്തെ കണ്ടന്റ് എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ? എന്ത് കുറെ ഹി ടോൾഡ് സംതിങ് എന്നല്ല പറയേണ്ടത്.
ആ കണ്ടന്റ് ആണ് പ്രാധാന്യമെങ്കിൽ the first sentence should be Dr. TPS taught us the method of learning, new method of learning. Understood? That was a great idea. എന്ന് എഴുതിയാൽ ആ ഒറ്റ സെന്റൻസിൽ നിന്റെ പേര് ഐഷത്തുൽ ഹനൻ. ഹനൻ. ഞാൻ പിന്നെ ഹനന്ന് മാത്രം മതി. ഞാൻ ആധാർ കാർഡ് തരാന്നല്ലല്ലോ ചോദിക്കുന്നത്. ഇത് എന്തിനാ ചോദിക്കണമെന്ന് വെച്ചാൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഹനൻ. Hanan appreciates in this way. What way? I learned how to learn. Yesterday's class was amazing because I got a new idea of how to learn. It doesn't mean you don't know how to learn. You know how to learn. You had a practice, but I learned a new method of learning. You understood? That was group activity in which we discussed, we created questions, and that was enjoyable because we had a group. Studying alone is not enjoyment. In a group, learning becomes enjoyable. മനസ്സിലായോ? എത്ര സെന്റൻസ് എഴുതാ ഇങ്ങനെ? He told something എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ അതിനകത്ത്? ഇല്ലല്ലോ. നിങ്ങളൊക്കെ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം പഠിച്ച് A+ ഒക്കെ കിട്ടിയിട്ട് അമേരിക്കയിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേരണമെങ്കിൽ അവർ ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റും. ഓക്കെ, ആ പാരഗ്രാഫ് എഴുതുമ്പോൾ ഞാനിപ്പോൾ പറയുന്ന മെത്തേഡില്ലേ, അതല്ല എന്തിനാണ് അമേരിക്ക പഠിക്കുന്നതെന്ന് ചോദിക്കുകയായി. ഐ വാണ്ട് ടു ലേൺ സോ മച്ച്. നോ, അവർ അപ്രീഷിയേറ്റ് ചെയ്യില്ല. അത് സ്പെസിഫിക് ആണ്. കൃത്യമായിട്ട് ഇന്ന കാര്യമാണ് എനിക്ക് പഠിക്കേണ്ടത്, ഇന്നതാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ എഴുതാൻ പറ്റിയാൽ യു ബിക്കം എക്സ്പെർട്ട്. ഓക്കെ, റീഡ്. ഇത് എന്തിനാ പറയുന്നത്? കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ടേക്ക് ഇറ്റ് ഇൻ ദാറ്റ്. Yesterday I learned new method of. ഇവിടെ ഇരിക്കും കുറച്ച്. Louder. ലൗഡർ. Yesterday Dr. TPS gave us new method of how to learn. The first thing is every man needs is discipline and response. So they become high level. And So they become high level. yeah. Then Dr. TPS passed some engineering college at Andhra Pradesh and Past the Andhra Pradesh. uh, The next word is autonomous policy. That means I decide what to teach the children. അതായത് കുട്ടികളെ എന്ത് നീ പഠിപ്പിക്കണം. അല്ലല്ലോ. ഓട്ടോണമസ് മീൻസ് എന്ന് പറഞ്ഞാൽ മതി. ഐ വേണ്ട. അത് എഴുതുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മീ ഓർ യു, ഇറ്റ് ഈസ് അബൌട്ട് എ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓട്ടോണമസ് കോളേജ് ക്യാൻ ഡിസൈഡ് വാട്ട് ദേ വാണ്ട് ടു ടീച്ച്. ഐ അല്ല, വാട്ട് ദേ. മനസ്സിലായോ? അതിപ്പോ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മറന്നു പോകും. പേന എടുക്കുക, അപ്പൊ തന്നെ കറക്റ്റ് ചെയ്യാം. Autonomous means they can decide what they want to teach. I alla. I and you have no role there. It is they. The next is new education policy, that is national. Next is വേണ്ട. അടുത്ത പാരഗ്രാഫ് ആണെങ്കിൽ അടുത്താന്ന് അർത്ഥം. ആ നെക്സ്റ്റ് ഈസ് കട്ടി. ഒരിക്കലും എഴുതുന്നതിനിടയിൽ ദ നെക്സ്റ്റ് ഈസ് എഴുതരുത്. അത് ലോ സ്റ്റാൻഡേർഡ് ആണ്. നിങ്ങൾ ക്ലാസ്സിലെ ടീച്ചർമാർ വേണം ദ നെക്സ്റ്റ് ഐ ആം ഗോയിങ് ടു ടീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് പറയാൻ വേണ്ടി മാത്രമാണ്. അതും ആവശ്യമില്ല ശരിക്കും. അത് പറയുമ്പോൾ നമുക്ക് അറിയാലോ അത് നെക്സ്റ്റ് ആണ്. ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ് അടുത്ത പാരഗ്രാഫ്. അപ്പൊ അടുത്ത പാരഗ്രാഫ് പോലും New education policy, that is national open school. No, new education policy is different. National open school is different. Don't club. National open school is an old concept which is here. New education policy is a new policy by the government. ഉണ്ടാവില്ല ഇവിടെ. You are going? ഉണ്ടല്ലോ. Accreditation. I don't get its clear meaning. Accreditation means I certify that you are eligible. That giving certificate is called accreditation. Your school is accredited to CBS. Affiliated എന്ന് പറയും. ഓക്കെ, അതിനെ സർട്ടിഫൈ ചെയ്തിട്ട് ഒരാൾ ഇത് നല്ല സ്കൂളാന്ന് പറയുന്നതിന് അക്രഡിറ്റേഷൻ എന്ന് പറയാം. UGC accredited എന്ന് പറയാം. Synonyms:
a word, its meaning is a word has so many meanings. So it's called, that is called a synonyms. And if നമ്മുടെ നാട്ടിൽ പര്യായം എന്ന് പറഞ്ഞൊരു വാക്കില്ലേ മലയാളത്തിൽ, പര്യായ പദം എഴുതുക, ആ പര്യായത്തിന്റെ ഇംഗ്ലീഷ് ആണ് സിനോണിം. if every person has get high level, firstly the person want skill, attitude, opportunity. Opportunity is the past and attitude is the present, skill is future. And the next word is interesting, that is lalsalam. It was only yesterday I realized that it is an Arabic word. Its meaning is good luck, that is nanma varate. And another one is, yesterday we heard a poem from Dr. TPS, that is very hurting words. ഹർട്ടിംഗ് എന്ന് പറഞ്ഞ അർത്ഥം അല്ല, ഹർട്ടിംഗ് എന്ന് പറഞ്ഞാല് വേദനിപ്പിക്കുന്ന അർത്ഥം. മനസ്സിലായോ? HERT ഹാർട്ട്, ഹാർട്ടാണ്. പക്ഷെ ഹാർട്ടിൽ കൊള്ളുന്നതിന് ഹാർട്ടിംഗ് എന്നല്ല പറയാ. എന്നാ പറയാ? ഇറ്റ് വാസ് ടച്ചിങ് എന്നാ പറയാ. കട്ട് ചെയ്ത് മാറ്റിയത്. ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിന് എന്താ പറയുന്നത്? ഇറ്റ് വാസ് സോ ടച്ചിങ് എന്നാ പറയാ. എന്റെ ഹൃദയത്തിൽ തൊട്ടു എന്നാ പറയാ. ഹർട്ട് എന്ന് പറയുന്ന അർത്ഥം HERT ആണ്. HEART ഹാർട്ട്. ഹാർട്ടിനെ ഹർട്ട് ചെയ്യലല്ല ചെയ്യാം, പെയിൻഫുൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ? ഹർട്ട് നിങ്ങളുടെ റെക്കോർഡിംഗ്. സോ ഐ ആം റെക്കോർഡിംഗ് ഇറ്റ്. This was very touching words from Dr. TPS, and this was so touching from read. Words from Dr. TPS. So I like these words. That's all. വേഴ്സ് എന്നാണോ വേർഡ്സ് എന്നാണോ? Words. സ്പെല്ലിംഗ് പറ. WORD. ഏതാ പാട്ട്? എന്തെന്നെ ധീരത. അത് വേർഡ്സ് എന്നല്ല പറയാ, വാക്കുകൾ എന്നല്ല പറയാ. കവിതകൾക്ക് വേഴ്സ് എന്നാ പറയാ. എന്താ പറയാ? വേഴ്സ്. അങ്ങനെ വാക്ക് കേട്ടിട്ടില്ല? ഇപ്പൊ പോയം എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കുകൾ, അതിനകത്ത് ഞാൻ വേർഡ് ഹിപ്പോ ചോദിക്കാൻ പറഞ്ഞത്. വേർഡ് എങ്ങനെ പഠിക്കുക? വേർഡ് ഹിപ്പോ wordhippo.com അടിച്ചു കഴിഞ്ഞാല് സിനോണിം ഫൈൻഡർ, അനദർ വേർഡ് ഫോർ സെർച്ച്, പോയം. പോയം എന്നുള്ളതിന്റെ കുറെ വാക്കുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ഫൈൻഡ് ഇറ്റ്. ആദ്യം കാണുന്നത് നോക്കട്ടെ. ഞാനിത് എന്തിനാ പറഞ്ഞത് നിങ്ങളോട്? ഇതൊരു കവിതയാണ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞതും. ഇത് എനിക്കറിയാം നീ തെറ്റിയിട്ടുണ്ടാവും, ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ വാക്കുന്നത് കട്ട് ചെയ്ത് മാറ്റി. VERSE, വേഴ്സ് എന്ന് പറഞ്ഞ കവിത എന്നർത്ഥം. അപ്പൊ ഇത് എന്റെ വാക്കുകളല്ല, ആരുടെയോ കവിത ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഒരു കവിതയെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ പോയം എന്ന് പറയില്ല. പോയം കവിത. വേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു ബിറ്റായിട്ടൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില സംഭവങ്ങൾ പറയുന്നത് വേഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ വേഴ്സ്? അത് ഏതാന്ന് പറയും, വായിക്കും. എന്തെന്നെ ധീരത, ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം. ഓരോ ചെറു വസ്തുവിലും വിരൽ കൊണ്ട് ചോദിക്കൂ, വിരൽ തൊട്ട് തൊട്ടങ്ങ് ചോദിക്കൂ, വിരൽ തൊട്ട് തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ കിട്ടി, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്. എങ്ങനെ കിട്ടി എന്ന് പറഞ്ഞാൽ വാക്കാവും, പാരഗ്രാഫ് ആവും. കവിത ആവണമെങ്കിൽ അതിനകത്ത് 2 അക്ഷരം കുറച്ചു കഴിഞ്ഞാല് മാത്ര തെറ്റും. എന്ത് തെറ്റും? മാത്ര 5 അക്ഷരം 3 എന്നാണ്. മാത്ര 5 അക്ഷരം 3 വരുന്ന ഒരു ഗണങ്ങളെ ചേർത്ത് മാത്ര 5 അക്ഷരം 3 ഒന്നും പഠിച്ചിട്ടില്ലേ? പണ്ട് ഗ്രാമർ പഠിക്കണം. കവിത എങ്ങനെ എഴുതാം? കേകയിൽ എഴുതിയാൽ ഇങ്ങനെയാണ്, അതിന് റൂൾ ഉണ്ട്. ഓക്കെ, 1 3 3 2 2 2 ഗണത്തിൽ ചേർത്ത് ചൊല്ലാം. ഇത് കേക എന്ന് പേർ. കാകളി വൃത്തം, ശ്രദ്ധകാകളി. അപ്പൊ ആ അത്തരം വാക്കുകളൊക്കെ എന്താ പറയാ? വേഴ്സ് എന്ന് പറയാം. പോയത്തിന് അങ്ങനെ നിയമമില്ല, ചൊല്ലാൻ സുഖമുള്ള. അതുകൊണ്ടാണ് വേഴ്സ് എന്നുള്ള വാക്ക്. പോയം ജനറിക് ആണ്, അത് നമുക്ക് ചൊല്ലാൻ. റൈം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിതമിക് ആണ്. റൈമിന്റെ വാക്ക് എന്താണ്?
ഇപ്പൊ ഇതിനകത്ത് കാണാം വേർഡ് ഹിപ്പോയിൽ പോയി നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേർഡ് ഹിപ്പോയിൽ പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനകത്ത് കാണാം എത്രയോ വാക്കുകൾ നോക്കിയിട്ട്. ബീറ്റ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അതും പോയം തന്നെയാ, പക്ഷെ റിട്രീറ്റ് ബീറ്റ് എന്നാ പറയാ. നമ്മള് റിപ്പബ്ലിക് ഡേയില് കൊട്ടുന്ന വെക്കൂലേ, അതും സോങ് തന്നെയാണ്, പക്ഷെ വാക്കുകളല്ല, ഇൻസ്ട്രുമെന്റിലാണ്. അപ്പൊ അതിന്റെ പേരെന്താ? ബീറ്റ്. ദ ബീറ്റ് വാസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞ അർത്ഥം അതിലൊരു പാട്ടുണ്ടെന്നാണ്. ഓക്കെ, അതുപോലെ നോക്ക് ജോർജിക്, ഗ്രേറ്റ് സോങ്ങിനെ പറയാ ജോർജിക് എന്നാണ്. ഇപ്പം റിപ്പബ്ലിക് ഡേ ദിവസം നമ്മൾ കേൾക്കുന്ന പാട്ടില്ലേ, ആ പാട്ടിനെ ലീഡ് ചെയ്യുന്ന മ്യൂസിക് ഗ്രൂപ്പിന്റെ ഏബിൾ ആയിട്ടുള്ള ഒരാള് കാഞ്ഞങ്ങാടുകാരനൊരാളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് തന്നെ ഒന്ന് കണ്ടതാണ്. നീലേശ്വരത്തുകാരനാണ്. അവൻ ഇടക്കിടക്ക് കവിത എഴുതും, പാട്ടുണ്ട്. എന്നിട്ട് എന്നോട് എന്ത് ചോദിക്കും, ഹൗ ഈസ് ഇറ്റ്, ഫീഡ്ബാക്ക് പ്ലീസ്. അവന്റെ പണി എന്നാണ്, നേവിയിൽ അവന് ശമ്പളം കൊടുക്കുന്നത് ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ്. അവൻ ചെയ്യണത് അണ്ടർസ്റ്റുഡ്. ഇപ്പൊ അവന്റെ പണി തന്നെ മിലിറ്ററിക്കാരെ കാണില്ലേ നടക്കുന്ന സമയത്ത്, അതിനെന്താ പറയാ, ആ സോങ്ങിനെ ബീറ്റ് എന്നാ പറയാ. അപ്പൊ ഓരോന്നിനും വാക്ക് വ്യത്യാസമുണ്ട് ഉപയോഗിക്കുന്നത്. റൈം, നഴ്സറി റൈം, നഴ്സറി സോങ് എന്ന് പറയില്ല, നഴ്സറി വേഴ്സ് എന്ന് പറയില്ല, നഴ്സറി ബീറ്റ് എന്ന് പറയില്ല. നഴ്സറി ഇത് ഇയാളുടെ ഫീൽഡാണ്, അയാളെ പറഞ്ഞത് മ്യൂസിഷ്യൻ കം. നഴ്സറി റൈമാണ്. ഓക്കെ, പക്ഷെ ഒരു ബാൻഡ് മ്യൂസിക് വായിച്ചു പോയി കഴിഞ്ഞാൽ അതിനെ ബീറ്റ് എന്നാ പറയാ. അപ്പൊ ഇന്നലെ ഞാൻ ചൊല്ലിയത് വേർഡ്സ് എന്നാ എഴുതിയത്, WRDS. വേർഡ്സ് അല്ല, വാക്കുകളല്ല. എന്താണത്? വേർഡ്സ് ആണ്. അപ്പൊ എനിക്ക് ആ സംശയം തോന്നിയോണ്ടാണ് ഞാൻ അടുത്ത് വിളിച്ചത് സ്പെല്ലിംഗ് ആക്കാൻ. കാരണം പറയുമ്പോൾ ചിലപ്പം കൺഫ്യൂഷൻ. VERS വേർഡ്സ്. പോയമാണ് ഞാൻ എഴുതുന്നത്, അതൊരു പാട്ടുകാരന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? വേർഡ്സ് ആയിട്ട് മാറും. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താക്കും? റൈമാക്കിയിട്ട് മാറ്റും. കണ്ടന്റ് ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ പഠിക്കണം. അതൊക്കെ പഠിക്കണമെങ്കിൽ ഒറ്റ വെബ്സൈറ്റ് ഉണ്ടാവുള്ളൂ, wordhippo.com. അതിനാണ് നോക്കാൻ പറഞ്ഞത്. ഇപ്പൊ സൊണറ്റ് എന്നാണ് ചോദിക്കുക, SONNET. സൊണറ്റ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലൊക്കെ പാടുന്ന പാട്ട്. വളരെ സ്മൂത്ത് ആയിരിക്കും, വളരെ സ്ലോ ആയിരിക്കും, അതിനകത്ത് ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാവാൻ പാടില്ല. പണ്ട് കാലത്തൊക്കെ ക്ലബുകളിലൊക്കെ ബ്രിട്ടീഷുകാർ പാടുന്നത് വളരെ സൗണ്ട് കുറച്ചിട്ടാണ്. അപ്പൊ അതൊക്കെ സൊണറ്റാണ്. ഈ നാടകങ്ങളിലെ ഇടയ്ക്ക് കാണാം, ഷേക്സ്പിയറിന്റെ നാടകത്തിലൊക്കെ ഇടയ്ക്ക് സൊണറ്റ്. പോയട്രി ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. RHYME റൈം, ചെറിയ നഴ്സറി റൈം എന്ന് പറഞ്ഞാൽ RHYME ആണ്. ഓക്കെ, RIME റൈം എന്ന് പറഞ്ഞാലും ഉണ്ട്. അത് ഈ സൊണറ്റിന്റെ ഒക്കെ കൂടെ ചില സ്ഥലത്തൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതിന് റൈം എന്നാ പറയാം. കപ്ലറ്റ് എന്ന് പറഞ്ഞാൽ 2-3 ലൈനേ ഉണ്ടാവും, കുറെ വലിയ പോയാവാൻ പാടില്ല, ആകെ 2 ലൈൻ. അതിനെന്താ പറയാ? കപ്ലറ്റ്. നമ്മൾ സംസ്കൃതത്തിലൊക്കെ ഒരു ശ്ലോകം ഉണ്ട്, അതിനെ കപ്ലറ്റ് എന്ന് പറയാം. 2 ലൈൻ ഉണ്ടാവും. വേർഡ്സും കറക്റ്റ് ആണ് നീ പറഞ്ഞത്, പക്ഷെ അതിനൊരു സുഖം ഉണ്ടാവില്ല. കൊട്ടേഷൻസ് ഒക്കെ വേർഡ്സ് ആണ്. ചില സ്വാമി വിവേകാനന്ദന്റെ കൊട്ടേഷൻ അത് വേർഡ്സ് മാത്രമാണ്. ഓക്കെ, അപ്പൊ ചിലർ പറയും സ്വാമി വിവേകാനന്ദാസ് കൊട്ടേഷൻ ഇൻ വേർഡ്സ് ഹാഡ് ലോഡ് ഓഫ് റൈമിംഗ് വേർഡ്സ്. അതിൽ റൈം ഉണ്ട് എന്ന് പറയും. കോമ്പോസിഷൻ എന്ന് പറയും വേറൊരു വാക്ക്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഞാനും ഷറഫും കൂടെ ഇരുന്നിട്ട് എൻ്റെ പോയട്രിയെ ഒരു സോങ്ങിലേക്ക് ഇൻക്ലൂഡ് ചെയ്താൽ അതിനെ കോമ്പോസിഷൻ പറയും. കോമ്പോസിഷൻ ഇമ്പോസിഷൻ അല്ല. ഓക്കെ, അതിനെ വേണ്ട സ്ഥലത്ത് കോംബ് ചെയ്ത് പൊസിഷൻ ചെയ്യുന്നതിനാണ് കോമ്പോസിഷൻ എന്ന് പറയാം. പിന്നെ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ അപ്രീസിയേഷൻ ഇല്ല, മാറ്റർ ഓഫ് ഫാക്റ്റേ ഉള്ളൂ. പക്ഷെ കുറച്ചും കൂടി ഭേദമാണ്. ഓക്കെ, ഗുഡ്. എഴുതിയോ? കം. ഇത് യു ഷുഡ് സെൻഡ് ഇറ്റ്, ടേക്ക് എ പിക്ചർ, സെൻഡ് ഇറ്റ് ടു മീ. മനസ്സിലായേ? Yesterday we got an amazing. എപ്പോഴാ യെസ്റ്റർഡേ? ദ റിപ്പോർട്ട് ഈസ് റിട്ടൺ നോട്ട് ടുഡേ ഓർ യെസ്റ്റർഡേ. ഇന്നലെ എഴുതിയ ടുഡേ എന്ന് എഴുതൂലേ? ഇന്നലെയാണ് ഇത് എഴുതിയിരുന്നെന്ന് വിചാരിക്കും. എന്താ എഴുതുക? ടുഡേ. അപ്പൊ യെസ്റ്റർഡേ എന്ന് എഴുതിയ അർത്ഥം എന്താണ്? ഇയാൾ തന്നെ ഡിക്ലെയർ ചെയ്തു, ഞാൻ മടിച്ചാണ്, അന്നത്തെ പണി അന്ന് ചെയ്യാറില്ല. മനസ്സിലാവുണ്ടോ? കട്ട് ചെയ്യാം.
ദാറ്റ്സ് എ നെഗറ്റീവ്. തുടങ്ങുന്ന തന്നെ നെഗറ്റീവ് സെന്റൻസ് ആണ്. Got it? എന്ത് ചെയ്യണം? ഇന്നലെയാണ് ഇന്ന എഴുതിപ്പോയത്. അപ്പൊ എന്ത് ചെയ്യണം? ഡേറ്റ് എഴുതും. 27th, the first day of our session. എഴുതും. ഇതെല്ലാം കെയർഫുൾ ആയിട്ട് എഴുതണം. ഇത് എഴുതുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആവുന്നത്. ഓക്കെ. അതുപോലെ മിക്കവാറും ആൾക്കാർക്ക് പാരഗ്രാഫ് ഇല്ല. ഇതിനകത്ത് ഞാൻ നോക്കുമ്പോൾ തന്നെ കാണാം തരംതിരിച്ച് എഴുതിയിട്ടില്ല. അതിനിടയിൽ ദ നെക്സ്റ്റ് തിങ് ഈസ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് മാറ്റില്ല. ഏത് പുസ്തകം നോക്കിയാലും ദർ ആർ ഡിഫറെന്റ് പാരഗ്രാഫ്സ്. നിങ്ങൾ എഴുതുന്ന ഒരു പാരഗ്രാഫ് ഇല്ല. ഇത് മാത്രം വായിച്ച് പഠിച്ച ഒരാൾക്ക് കാണും പറയില്ലേ പാരഗ്രാഫ് എഴുതാണ് ഭംഗിയെന്ന്. ഒരു പുസ്തകം ആലോചിച്ച് നോക്കൂ, പാരഗ്രാഫ് ഇല്ലാണ്ട് ആദ്യം മുതൽ അവസാനം എഴുതിയാൽ നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എഴുതുമ്പോഴും അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ എന്താ അർത്ഥം? കൃത്യമായിട്ട് പാരഗ്രാഫ് എഴുതും. ഓക്കെ. സോ ഇനി പാരഗ്രാഫ് വിട്ടുപോയി ഇനി ഇപ്പൊ അതെങ്ങനെ പാരഗ്രാഫ് ആക്കുക? 2 ലൈൻ വരക്കുക. 2 ലൈൻ വരച്ചാൽ അടുത്ത പാരഗ്രാഫ്. ഞാൻ കാണിച്ചു തരാം പാരഗ്രാഫ് ആക്കണം. വായിക്കും. The first day of our session, we got an amazing class from you. We learned ഫ്രം യു എന്നാ എന്നോട് പറയുന്നതല്ല റിപ്പോർട്ട്. ആർക്ക് വേണമെങ്കിലും വായിക്കണ്ട. ഫ്രം ഡോക്ടർ ടി. എഴുതുക യു സർ എന്നൊക്കെ പറയുമ്പോ ഇന്റിമസി ഇല്ല. ഇറ്റ്സ് എ ബാഡ് ഇംഗ്ലീഷ്. ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചാൽ സാർ എന്നാ എഴുതിയത്. ഇറ്റ്സ് അൺആക്സെപ്റ്റബിൾ. കാരണം ഐ ഡോണ്ട് ആക്സെപ്റ്റ് സർ. സർ ഈസ് ഇംപേഴ്സണൽ. ഇറ്റ് ഈസ് ഒഫീഷ്യൽ. ഐ ആം നോട്ട് ഡീലിംഗ് വിത്ത് ഒഫീഷ്യൽ പീപ്പിൾ. അപ്പൊ ഞാനും നീയും ഒഫീഷ്യലായിട്ടൊരു ബന്ധമില്ല. ഉണ്ടാ ഇല്ലല്ലോ. അപ്പൊ സാറിന് വിളിക്കരുത്. ഇറ്റ്സ് ഡോക്ടർ ടിപ്പിയസ്. ആൻഡ് വാട്ട്സ് യുവർ നെയിം? ഹിബ. ഐ ഡോണ്ട് വാണ്ട് ഫുൾ നെയിം. ഐ വാണ്ട് വാട്ട് ഈസ് ടു ബി കോൾഡ്. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ എനിക്ക് അതറിയും. അതുകൊണ്ട് അതിന്റെ മുകളിൽ കലമൊക്കെ. ഓക്കെ. ഹിബ ഈസ് എനഫ്. എവിടെയായാലും unless it is an official function in which they are going to write your name for a bank or a Aadhaar card, don't tell your full name. Minimum. That is why I am saying my name is Dr. TPS. My name is not Dr. TPS. My name is Tavrul Pudiyadath Shashi Kumar. But I will not tell that, no, because that is only my PAN card, my ID card, all that. That is how I have to be called. So I will only call you Hiba. So when somebody asks casually, what is your name? Only tell what I want to call you. Understood, Hiba? Yeah. Yes എന്നല്ല. yes എന്ന് പറയുമ്പോൾ ഇംപേഴ്സണൽ ആണ്. യെസ് ഡോക്ടർ ടിപ്പിയസ്. പഠിക്കണം. പറയും. Yes, Dr. P. Yeah. And his class was amazing. At first, he teach us about discipline. ഓൾറെഡി കഴിഞ്ഞ സംഭവമാണ്. അപ്പൊ ടീച്ച് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. ടോട്ട്. മറ്റേ At first, he taught us about discipline. എന്നിട്ടോ ഇന്ന് ലേറ്റ് ആയിട്ടാവും. എന്താ കാരണം? അങ്ങനെയാണ്. Then about Yama. നോട്ട് യാമ, യമ. YAMA. അപ്പൊ അത് എഴുതുമ്പോ യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് യു ആർ റൈറ്റിംഗ് എ റിപ്പോർട്ട്, സോ യു ക്യാൻ റൈറ്റ് ഇൻ മലയാളം യമ. അല്ലെങ്കിൽ വായിക്കുമ്പോ മാറി വായിച്ചു, ബിക്കോസ് ഇറ്റ്സ് എ ന്യൂ വേർഡ് ഫോർ ഇറ്റ്. അല്ലെങ്കിൽ സംസ്കൃതത്തിൽ എഴുതാം, അല്ലെങ്കിൽ ഹിന്ദിയിൽ എഴുതാം. സോ റൈറ്റ് ഇറ്റ് യമ. യമ. It means non-violence. ആരാണ്? ഹൂ ഈസ് ദ പേഴ്സൺ ഹു വാസ് മാൻ ഓഫ് നോൺ വയലൻസ് ഇൻ ഇന്ത്യ? Mahatma Gandhi. So who made non-violence famous, Yama famous in this world? Mahatma Gandhi. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഈ 8 സ്റ്റെപ്പുകൾ കൂടിയാൽ യോഗയായി. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ മാത്രം കയറിയിട്ട് ലോകത്ത് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് മഹാത്മാഗാന്ധി. അടുത്തതാണ് നിയമം. നിയമം എന്ന് പറഞ്ഞാൽ എന്താ? ലോ അല്ല, സെൽഫ് ഡിസിപ്ലിൻ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിയമം. 9 മണിക്ക് ഒരു സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞാൽ 9 മണിക്ക് എത്തുക. മനസ്സിലായോ? ഇദ്ദേഹം ഇന്ന് 8:40 കണ്ടെത്തി, 8:20. ആ സമയത്ത് ഞാൻ അവിടെ ഞാൻ വന്നു. പിന്നാലെ ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ഞാൻ 8:56 ഇവിടെ എത്തി. കാരണം 9 മണിക്ക് മുമ്പ് ഞാൻ ഇവിടെ എത്തണം. എൻ്റെ നിയമം. 20 കൊല്ലം ഗവൺമെന്റ് ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് ഒരു ദിവസം പോലും ലേറ്റ് ആയിട്ട് പോകാത്ത ഒരാൾ ഞാൻ. ഒരു ദിവസം പോലും ഓഫീസിലിരിക്കുമ്പോൾ കല്യാണത്തിനോ നൂലുകെട്ടിനോ പാലുകാച്ചലിനോ ഒന്നിനും പോകില്ല. അത് പേഴ്സണൽ, ഇത് ഓഫീസ്. ഒരിക്കലും വയലേറ്റ് ചെയ്യാത്ത 20 കൊല്ലം.
നിഷ്ഠ, കൃത്യനിഷ്ഠ എന്നാണ്. എന്താ യമ നിയമം. അടുത്തത് പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോൾ കൃത്യസമയം, എത്ര ദൂരെയായാലും. 1-2 പ്രാവശ്യമൊക്കെ റോഡ് ബ്ലോക്കും മരം പൊട്ടി വീണിട്ടും മഴയായിട്ടും വേറെ ആരെങ്കിലും എന്നെ പിക്കപ്പ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ലേറ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ പോണ സമയത്ത് വലിയ ഹാളായിരിക്കും, 400 പേര്, ഏറ്റവും ബാക്കപ്പ് പോയിരിക്കുന്നത്, ഒരാളും വന്നിട്ടുണ്ടാവില്ല, ഞാൻ മാത്രം ഉണ്ടാവും. ഓർഗനൈസ് ചെയ്യുന്ന ആളുണ്ടാവില്ല. അപ്പൊ അടുത്തൊരാൾ വന്നിരിക്കും. അങ്ങനല്ലേ ചെയ്യാം. ഇന്ന് ആരാ പ്രഭാഷണം, എനിക്ക് എന്നെ വന്നു, ഇന്ന് ആരാ പ്രഭാഷണം അറിയില്ലേ, ഒരാൾ ഹൈദരാബാദിൽ നിന്നാണ് വരുന്നത്, ഞാനാ പ്രഭാഷണം, എന്നോടാ ചോദിക്കണേ. അയാൾ എന്താ പറയുന്നത് അറിയില്ല, സ്റ്റേജിലെത്തി എന്തെങ്കിലും പറയല്ലോ. അപ്പൊ കുറെ കഴിയുമ്പോ എന്റെ പേര് വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇയാളോട് എത്രയും സംസാരിച്ചു. കാരണം അവരാരും പ്രതീക്ഷിക്കില്ല, സാധാരണ അങ്ങനെ വരാറില്ല, ആദ്യം പോയിരിക്കുന്ന ആരെങ്കിലും കാണും. അപ്പൊ നിയമം അത്യാവശ്യം. ഓക്കെ, നിയമ. ജപ്പാനിലൊക്കെ 1 മിനിറ്റ് ലേറ്റ് ആയ സ്കൂളിന്റെ ഡോർ അടച്ചിട്ട് 90 കുട്ടികളൊക്കെ മരിച്ചു. സ്കൂളിൽ ഓട്ടോമാറ്റിക് ഡോറാണ്, നമ്മുടെ കൺട്രോളിലല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് കൃത്യസമയത്ത് അങ്ങോട്ട് അടയും. അപ്പൊ എന്ത് ചെയ്യും? സി നമസ്കാരം, പറയൂ. ഞാൻ ഇക്ഫയില് പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ഡെസിഗ്നേഷൻ തന്നതാണ്. അപ്പൊ എനിക്ക് എവിടെ വേണമെങ്കിലും പോയി പഠിപ്പിക്കാം, ഒരു സ്ഥലത്തല്ല. മോൻ ഇക്ഫയിലല്ലേ? അറിയാം, എനിക്ക് ഹൈദരാബാദിലാന്ന് ഞാൻ അറിഞ്ഞു. ഓസ് ഓക്കെ. ഒന്നും ബന്ധപ്പെടാൻ പറഞ്ഞാൽ മതി. ഓക്കെ, ശരി. ഓ അവിടെ തന്നെ. ശരി, ഞാൻ ഇപ്പൊ ഒരു ക്ലാസ്സിലാണ്. ഓക്കെ. Then he taught about he taught us about ഇതില്ലാത്ത വായിക്കണല്ലോ. millions, billions and trillions. ഓക്കെ, ദാറ്റ് ഈസ് വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ്, നമ്മളുള്ള ഡെസിമൽ സിസ്റ്റം എന്നാ പറയാ. 10, 100, 1000, 10,000 ഡെസിമൽ എന്നാ പറയാ. വെസ്റ്റേൺ സിസ്റ്റം ഓഫ് ഡെസിമൽ ആണ് അത്. UK-ലായാലും അമേരിക്കയിലായാലും ഓൾ ഓഫ് ദം വിൽ യൂസ് ഓൺലി മില്യൺ, ബില്യൺ, ട്രില്യൺ. അവര് മൈൽസ് ആണ് ഇപ്പോഴും ഉപയോഗിക്കുക, നമ്മൾ കിലോമീറ്റർ പറയാം. അവര് സെൽഷ്യസിലാണ് പറയുക, കെൽവിനിലാണ് പറയുക, നമ്മൾ ഡിഗ്രിയിലാണ് പറയുക. ഇപ്പൊ എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നത്തെ 2 നടുവില് ചൂട് 35, ഇന്നലെ 33, മിഞ്ഞാൻ 30. ഓക്കെ, ഓരോ ദിവസവും 2 ഡിഗ്രി കൂടും. പക്ഷെ 35 ബിക്കോസ് ഓഫ് ഹ്യൂമിഡിറ്റി ഇറ്റ് ഫീൽസ് ലൈക്ക് 45 ഡിഗ്രി. ഓക്കെ, എങ്ങനെ നിങ്ങൾ ഇത് പഠിക്കുക ഇംഗ്ലീഷ്? ഇത് ഇംഗ്ലീഷിൽ പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഫീൽസ് ലൈക്ക് 45. എങ്ങനെ പഠിക്കാം? ഹേ ഗൂഗിൾ, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഇൻ നടുവിൽ ടുഡേ? ഇംഗ്ലീഷ് പഠിക്കാനുള്ള മാർഗമാണ്. Today in Nadwal, expect a high of 43 and a low of 26. 45 വരും. Hey Google, is there a chance to rain in Naduvil today? Probably not. Today in Naduville, there's only a low chance of rain. ഇപ്പം ഇംഗ്ലീഷ് പഠിക്കാനുള്ള മെത്തേഡ് മനസ്സിലായില്ലേ? So use it and not just hear it, repeat yourself what they are answering. Finished. Lot of things can be learned like this. Yeah. 1 million is 10 lakhs. 1 lakh has 5 zeros. 1 million has got 6 zeros. അത് പഠിച്ചാൽ മതി. ബാക്കി conversion is understandable. Yeah. Then he taught us about Not he. Dr. Use the word. He, she, I, we, you, they, it. ഇതൊക്കെ ഇൻപേഴ്സണൽ അല്ല. ഏതോ ഒരു സ്ഥലത്ത് ആരോ ചെയ്യുന്ന സംഭവത്തിനെ അങ്ങനെ ഇൻപേഴ്സൺ ആണ്. യു ആർ ഹിയർ, ഐ ആം ഹിയർ, യു ആർ ഹിയർ, റൈറ്റ്? Then use that word. Yeah. Cut and write. Yeah. Then Sanskrit numbers. Ekam, Dasham. അതിപ്പം ആ വായിക്കുന്ന കേട്ടിട്ട് ഇപ്പൊ എഴുതിയതാണ് അല്ലേ? She was reading, so you wrote it.
Okay. Then about INK, NAC, ACC. Okay, go ahead. Hiba. Chalo, next. This is what daily I do. There is no point in teaching any of your English texts. They will not learn English. If you do this, you can correct. This is the correction. And not for her. All others are also listening, so they will get corrected. Right? If you don't know how to write one sentence, one paragraph by yourself, you are not learning English. Question answer, all that is perfect for getting marks, but not for learning English. So generally what I do is, in my camp, after a day, the next day, they will have to write. Everybody has to hear this and then correct. That is the part of it. Yeah. 27th. Louder. 27th April. Introduce yourself. I'm in Hamazok. Okay. I'm in Hamazok from Eh? Nadir. I'm in Hamazok from Nadir. I told you I am not going to call your full name. I want that name which I have to call you. Minha. That's enough. Why do you want to make a big name? Just that name to be called. That's enough. Understood? If there are 4 with the same name, you will have to put the ABCD after that. So what's your name? Minha. Minha. That's it. What do I call you? That's another method of asking. What do I call you? Instead of asking what's your name, the another method is what do I call you? Okay. Yeah. 27th April 2024, Dr. TPS done an amazing class for us. We learned new method to study. ഇതെല്ലാം റെക്കോർഡ് ആവുന്നുണ്ട് അവിടെ. ഇൻഡിസിപ്ലിൻഡ് ഡോക്ടർ TPS എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കമന്റ് അടിക്കും പിള്ളേർ. നിങ്ങൾ വർത്താനം പറയാം, അവിടെ റെക്കോർഡ് ആവും. If you want to talk, go there. Sorry, sir. No, sir. Dr. TPS. Yeah. First of all, we learn about not talking and not making. എന്ത്? Not talking and not നോട്ട് taking and not making. നോട്ട് ടോക്കിംഗ് എന്നാ പറഞ്ഞത്. All of you should correct. It's not my job. All of you should be keeping your ear here and say the wrong. ഞാൻ മാത്രം എന്തിനാ പറയണേ? അതിനാ ഇവിടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട്. You should correct. You should tell me what is again. That's wrong. It's not me, my job. It's your job. Yeah. ഉറക്കെ പറഞ്ഞാലേ അവർ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യില്ല അവർ, അല്ലെങ്കിൽ ആ വർത്താനം പറഞ്ഞതാ കേൾക്കും. After that, we learn Yama, non-violence, and about 1 million, billion, trillion. അത് വിട്. ബാക്കിയുള്ളവർ പറഞ്ഞ് വായിച്ചൊന്നും ഇനി വായിക്കരുത്. പുതിയ എന്തെങ്കിലും വായിക്കും. നിങ്ങൾക്ക് ഒന്നും വായിക്കാൻ ചാൻസ് ഇല്ല. Then we learn about IKS, that is Indian Knowledge System. What is IKS means? We learned എന്ന് പറഞ്ഞുകൊണ്ടാ ചോദിക്കുന്നത്. Correct or not? So you tell me what is it? IKS. ഇന്നലെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാ കൂടെ? Nobody is there at your home? Did you tell somebody IKS means this is what I learned? Did you tell somebody? No. That's it. If you have somebody to tell, they will ask you, what is IKS? Then you should tell. That is knowledge. Knowledge is what? Which you can give to somebody else is called knowledge. So tell me, what is IKS? What is Indian knowledge system? മത്തിവെക്കൽ ഉണ്ടാ വീട്ടില്? ഉണ്ടോ ഇല്ലയോ? അമേരിക്കയിൽ ആരെങ്കിലും അതേപോലെ മത്തി വെക്കോ? സോ ദാറ്റ്സ് ഇന്ത്യൻ നോളജ് സിസ്റ്റം. നമ്മുടെ വീട്ടിൽ നമുക്കറിയുന്ന നോളജിനാണ് എന്ത് പറയാ? ഇന്ത്യൻ നോളജ് സിസ്റ്റം. ഓക്കെ. നിസ്കരിക്കലുണ്ടാ? അത് ഇന്ത്യൻ നോളജ് സിസ്റ്റം അല്ല. ദാറ്റ് ഹാസ് കം ഫ്രം ഗൾഫ്. ഓക്കെ. അപ്പൊ അവരുടെ ക്രെഡിറ്റ് ആണ് ആ ഒരു പ്രാക്ടീസ്. ഓരോരോ രാജ്യത്തിനും അവരുടേതായ പ്രാക്ടീസ് ഉണ്ട്. ഞാൻ എന്ത് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു ആ നോളജിനാണ് എന്ത് പറയാ? ട്രഡീഷണലി വാട്ട് ഈസ് നോൺ ടു us. ദാറ്റ് ഈസ് അവർ ഹെറിറ്റേജ്. ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ വേറൊരു വാക്ക് എന്താണ്? ഹെറിറ്റേജ്. ഓക്കെ. വേറൊരു വാക്കാണ് സനാതന ധർമ്മം. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ, സനാതനം എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് മോഡേൺ ആൻഡ് ചിരപുരാതനം, ഏറ്റവും പുരാതനമായിട്ടുള്ള സാധനം. ഓക്കെ.
എന്തുകൊണ്ടാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന് പുരാതനം എന്ന് പറയാൻ കാരണം? പുരാണം എന്നാ പറയാ. ഏതാ പുരാണം? അതെ, ഏതാണ് ഭാരതത്തിലെ പുരാണം? ഏതൊക്കെയാ? നീ ഏത് ജാതി ആയാലും IAS കിട്ടണമെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. കാരണം ഇന്ത്യയിലാണ് ജീവിച്ചത്. ഏതാണ് പുരാണം? പുരാണ ഇതിഹാസങ്ങൾ എന്നാ പറയാ. എന്താ പറയാ? ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ ഇവിടെ നടന്നു എന്ന് പറഞ്ഞെഴുതുന്ന കഥേനെയാണ് ഇതിഹാസം. ഇതുപോലെയാണ് ഇത് നടന്നത്. അപ്പൊ അതിനകത്ത് വാത്മീകി കഥ എഴുതുമ്പോ കഥാകാരനായ വാത്മീകിയും അതിനകത്തൊരു റോളുണ്ട്. വ്യാസൻ കഥ എഴുതുമ്പോ വ്യാസനും അവിടെ ഒരു റോളുണ്ട്. യു അണ്ടർസ്റ്റുഡ്? നാരായണൻകുട്ടി ഇന്ന് കേട്ട് പഠിക്കുന്നല്ലോ, താല്പര്യമുണ്ടെങ്കിലല്ലേ കേൾക്കൂ. അപ്പൊ ഇതിഹാസം എന്ന് പറയുന്നത് എഴുത്തുകാരനും ആ നാടകത്തിന്റെ ഭാഗമാണ്. അതാണ് മഹാഭാരതവും രാമായണവും. രാമായണത്തിൽ വാത്മീകിക്ക് ഒരു റോളുണ്ട്. തുടങ്ങുന്നത് തന്നെ ഒരു പക്ഷി കേൾക്കണ്ട ഈ കഥ. അത് കാണണം മനസ്സിൽ. അടുത്ത വായിക്കാനുള്ള പ്രിപ്പയർ ചെയ്യാനല്ല വേണ്ടത്. അത് തെറ്റിയാലും കുഴപ്പമില്ല. ഇത് പഠിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ മോളിന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ നിങ്ങൾ വർത്താനം പറഞ്ഞിട്ട് ഞാൻ എന്തോ പറയുന്നുണ്ട് ഇവിടെ. ഇതെല്ലാം റെക്കോർഡുണ്ട്. ഇതെല്ലാം ഞാൻ പിന്നെയും കാണും എന്റെ റെക്കോർഡിൽ. അതാണ് എന്റെ കുഴപ്പം. മനസ്സിലായി? ഇതൊക്കെ പിന്നെയും പ്രോസസ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നുണ്ടല്ലോ. ഒരാളൊരു ക്ലാസ് എടുക്കുമ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അതിൽ ശ്രദ്ധിക്കാൻ താല്പര്യം കുറേ ദൂരെ പോകും, ശല്യം ചെയ്യാൻ. അപ്പൊ ഇതിഹാസം എന്ന് പറയുന്നത് അതിൽ റോളുണ്ട്. അപ്പൊ വാത്മീകിക്ക് ആദ്യം തന്നെ പറയുന്നത് ഒരു വേടൻ പക്ഷിയെ, അങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. അതില് ആ പക്ഷിയെ അമ്പെയ്ത് കൊല്ലുന്ന ആള് തന്നെയാണ് കഥാകൃത്ത്. വ്യാസൻ എന്ന് പറയുന്നത് അവിടുത്തെ അദ്ദേഹത്തിന്റെ ജന്മം കഥയുടെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതിഹാസം പുരാണം. പുരാണം എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കഥ. അപ്പൊ ഇതൊന്നും നമുക്ക് അവരെഴുതിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ശിവൻ എന്ന് പറയുന്ന ഭഗവാൻ പാർവതി എന്ന് പറയുന്ന ഭഗവതിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എഴുതപ്പെട്ടിട്ടുള്ളതാണ് രാമായണം. അപ്പൊ ഇത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അത് കേട്ടിട്ടേ ഉള്ളൂ. ആ കേട്ടിട്ടുള്ള കഥകൾക്ക് ശ്രുതി എന്നാണ് പറയുക. അപ്പൊ ഭാരതത്തിലെ കഥകളൊക്കെ ശ്രുതികളാണ്, കേട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആരും എഴുതി കൊടുത്തൊന്നുമല്ല. പിന്നെ അത് പ്രിന്റ് ചെയ്ത് എഴുതപ്പെട്ടു എന്നുള്ളത്. ഇതൊക്കെ കഥകൾ എന്തിനാ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചാൽ മനുഷ്യൻ എങ്ങനെ പെരുമാറണം എന്ന് ഒരു നിയമമായിട്ട്, അല്ലെങ്കിൽ നിന്നെ കൊന്നു കളയും, അല്ലെങ്കിൽ നിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ചൂടുവെള്ളത്തിലിടും, അങ്ങനെയൊന്നും പറയില്ല. വേണമെങ്കിൽ ചെയ്തോ, വേണമെങ്കിൽ ചെയ്യണം. ഓക്കെ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, ഏതാണോ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് അത് ചെയ്തു. അത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? നാളെ ബാക്കി അനുഭവിച്ചു. നാളെ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ദിവസം കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ. അതന്നെയാണ് ഫ്യൂച്ചറിൽ നിന്ന് അടുത്ത ജന്മമൊന്നുമല്ല. അതുകൊണ്ട് 7 ജന്മേ ഉള്ളൂ എന്നാ പറയാം. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, 7 ഞായർ കഴിഞ്ഞു. 7 ജന്മം. ഓക്കെ. ഇന്നലെ ചെയ്ത പാപങ്ങളൊക്കെ ഇന്ന് ഓർമ്മ വരും. ഇന്നലെ നിങ്ങൾ ഇവിടെ വർത്തമാനം പറഞ്ഞത് ഇന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരും. അത് കേട്ടിട്ട് ബോധം ഉണ്ടെങ്കിൽ അത് കുറ്റം പറഞ്ഞില്ല. എന്താ കാരണം? ഇന്നലെ ചെയ്ത പാപം ഇന്ന് അതിന് ഫലം അനുഭവിക്കും. മനസ്സിലായി? അത് നല്ലതാണെങ്കിൽ അതിന്റെ ഗുണം അനുഭവിക്കും. ഇതാണ് ഭാരതീയമായ ഇന്ത്യൻ സ്റ്റൈല് വിശ്വാസം. ഓക്കെ. ഈ ധർമ്മത്തെ, അതിന് ധർമ്മം എന്നാ പറയാ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിന് ധർമ്മം എന്നാ പറയാം. ആ ധർമ്മമാണ് ഇതിഹാസ പുരാണം. അപ്പൊ ഇന്ത്യയുടെ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചേർന്നതാണ്. അതില് ഇയാള് തട്ടോട്ടിട്ടുള്ള മുസ്ലിം ആണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും പറയില്ല. ഭാരതത്തിലെ വെള്ളം കുടിച്ചിട്ട്, ഭാരതത്തിലെ വായു ശ്വസിച്ചിട്ട്, ഭാരതത്തില് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ ഇതൊക്കെ അറിയണം എന്നാണ്. അത് നിങ്ങൾ ഏത് ജാതി എവിടെ നിന്ന് വന്നാലും കുഴപ്പമില്ല. മനസ്സിലാവുണ്ട്? നിങ്ങൾ എന്ത് വിശ്വാസമുള്ളവരായാലും വേണ്ട, ഏത് ഭഗവാനെ വിശ്വസിച്ചാലും കുഴപ്പമില്ല, വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് ഒരു ഹിന്ദുവിനും അമ്പലത്തിൽ പോകണം നിർബന്ധമില്ല. പോയില്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കും. നിങ്ങളെ ശമ്പളത്തിന് ഇത്ര ശതമാനം തന്നാലേ നിങ്ങൾ ഹിന്ദു ആവുള്ളൂ. ചത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പള്ളിയിൽ പോയാളെ മാത്രമേ ഇവിടെ അടക്കുള്ളൂ എന്നൊക്കെ പറയല്ലേ. ക്രിസ്ത്യനും അങ്ങനെയാണ്. നിങ്ങൾ പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ തെമ്മാടിക്കുഴിയിലാടുക. നമ്മൾ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വിശ്വാസിയാണോ വിശ്വാസിയല്ല, അവസാനം ബാക്കി എല്ലാവരും കൂടി നിങ്ങളെ
എന്ത് ചെയ്യും? സംസ്കരിക്കുക എന്ന് പറയും. എന്താ പറയാ? കൾച്ചർ ചെയ്യും. ജനിക്കുമ്പോൾ അയാൾ നന്നായിട്ടില്ല, പക്ഷെ ചത്തു കഴിഞ്ഞാലെങ്കിലും അയാളെ കൾച്ചർ ചെയ്യും. എന്താ ചെയ്യാ? കൾച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നന്നാക്കി എടുക്കുക എന്നാണ്. അതുകൊണ്ടാണ് സംസ്കാരം എന്നുള്ള വാക്ക് വന്നത്. മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? സംസ്കരിക്കുക ചെയ്യാം. നമ്മൾ കുഴിയിലിടുകയല്ല ചെയ്യാം. മനസ്സിലായി? അപ്പൊ ജീവിച്ചിരിക്കുമ്പോഴെങ്കിലും നല്ല കർമ്മം ചെയ്യാത്തവനെ ജനങ്ങളെല്ലാരും കൂടി അവസാനം അയാൾ എന്ത് ചെയ്യും? കൾച്ചർ. അങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഇതൊക്കെ ഭാരതീയ നോളജ് സിസ്റ്റം, ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഏറ്റവും പഴയ ചരിത്രം ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുള്ള ലോകത്തിന്റെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഇന്ത്യ. ഇപ്പൊ ഇസ്ലാം വന്നിട്ട് എത്ര വർഷമായി? ഏത് കൊല്ലം? ഏത് കൊല്ലം? നബിയുടെ കാലം പറയേ. 400 500 ചിലപ്പോൾ ഉണ്ടായിട്ടോ അറിയില്ല. പക്ഷെ കഥ തുടങ്ങുന്നത് ഏകദേശം 800 AD മുതലാണ്. 700 800 AD മുതലാണ് തുഗ്ലക്കും അക്ബറും കഥകളൊക്കെ തുടങ്ങുന്നത്. നമ്മൾ ഭരിക്കുന്ന ചരിത്രങ്ങളൊക്കെ ഇന്ത്യയിൽ വന്നിട്ടുള്ള ആ കാലത്താണ്. അപ്പൊ മാക്സിമം ഇപ്പൊ 2000 ഏതാ വർഷം? 2000 ആയിട്ടുള്ളൂ. അപ്പൊ അവിടുന്ന് 800 ആയിരിക്കും, അല്ലെങ്കിൽ 700 ആയിരിക്കും, 400 500 ആയിരിക്കും. 1500 വർഷമായിട്ടുള്ളൂ. ക്രിസ്ത്യൻ ആയിട്ട് എത്ര കൊല്ലായി? 2000. അതുകൊണ്ടല്ലേ ക്രിസ്തു വർഷം 2000 വർഷം. ഈ ഭാരതീയ ശാസ്ത്രം എന്ന് പറയുന്ന പിന്നെ പുരാണവും ഇതിഹാസവും എത്ര കൊല്ലായെന്ന് അറിയോ? എന്റെ ഉത്തരം എന്നാ അറിയാം? മലയാളത്തിലെ അക്ഷരം അറിയാം. ആദ്യത്തെ അക്ഷരം രണ്ടാമത്തേതോ? അതാ എന്റെ ഉത്തരം. എത്ര കൊല്ലാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ആർക്കും അറിയില്ല എത്ര വർഷം. പക്ഷെ ഏകദേശം ചരിത്രകാരന്മാർ പറയുന്നത് 12 16 ലക്ഷം പഴക്കമുണ്ടാകും. അപ്പൊ ഭാരതത്തിലെ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് ചിരപുരാതനം, ഏറ്റവും പഴയത് എന്ന് പറയുന്നത് ഇത്തരം സംഭവങ്ങളാണ്. അപ്പൊ അത് നമ്മൾ ഓരോരാളും പഠിക്കണം. അതൊക്കെയാണ് ഇപ്പൊ സിവിൽ സർവീസിനും കോമ്പറ്റീഷനും ഒക്കെ ചോദിക്കുക. കാരണം ഇന്ത്യയുടെ പഴയ ചരിത്രം പഠിക്കണം എന്നാണ്. കറണ്ട് പോലാണ് ഫുൾ. അതുകൊണ്ടാ വേറൊരാൾ വായിച്ചത് വായിക്കരുത്. പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ട് മാത്രമേ വായിക്കാവൂ. ഒരാൾ വായിച്ചത് പിന്നെയും വായിക്കുന്നതിൽ അർത്ഥമില്ല. പുതിയ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ ഇന്ത്യൻ നോളജ് സിസ്റ്റം കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന്, കാരണം ബിക്കോസ് യു റൈറ്റ് ഇറ്റ്. If you want to be IAS, then our aim should on it cabinet secretary. അത് the topmost is, but everybody cannot become. Correct? Yeah. IAS ആവണമെന്ന് വിചാരിക്കും. ആദ്യത്തെ നിയമം എന്താണ്? ഇമ്മീഡിയറ്റ് അക്കാഡമിക് സക്സസ്. ഇപ്പൊ നല്ലോണം പഠിച്ചാലേ പിന്നെ നന്നാവാൻ പറ്റും. പിന്നെ വേണ്ടത് ഇൻസ്പയർ ആസ്പയർ സക്സസ്. എനിക്ക് ഇൻസ്പിറേഷൻ വേണം, എനിക്ക് ഇൻസ്പിറേഷൻ വേണം, എനിക്ക് ആസ്പിറേഷൻ വേണം. എന്താ ആസ്പിറേഷൻ? വലിയ ആളാവാനുള്ള ആഗ്രഹം വേണം. എന്തിനു വേണ്ടി? സക്സസിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ഉള്ളവന് മാത്രമേ നന്നാവാൻ പറ്റൂ. Being social is a social being. Being social is social being. Is a എന്നൊന്നും വേണ്ടായിരുന്നു. Being human is human being. Yeah. Then Mimul al-Salam. അത് വായിച്ചതാണ്. Don't repeat the same thing. Then everybody will keep reading. I don't want that. Already it is read. Anything new? No. Do you have anything new? Go. Good. Well done. Do you have anything new? 1 point if you have new, you are a great. Because all of them told as much as they can. You have 1 extra point to tell. Then you are welcome. ഒന്നുകൂടി അവിടെ പോയിട്ട് നടന്നു വന്നാട്ടെ. ഒരു താല്പര്യമില്ലാത്തവർ വരുന്ന വരവാണ്. ഓൾവേസ് ബി ഫാസ്റ്റ്. ഡോണ്ട് വാക്ക് സ്ലോലി, വാക്ക് ഫാസ്റ്റ്. ഇങ്ങനെ നോക്കി ആലോചിച്ച് ഡാൻസും കളിച്ച്. നീ അല്ല എന്റെ സ്കൂളിലെ കാട്ടാ നീ പഠിക്കണ്ടല്ല, അടിച്ച് പഞ്ചറൊക്കെ ഉണ്ട്. കം ഫാസ്റ്റ്. ഡോണ്ട് വാക്ക് സ്ലോ, എവറിത്തിങ് സ്ലോ. അവിടുന്ന് വരുന്ന കാണാൻ പറയാം 9:30 വരുമ്പോഴും ഇത് കേടിക്കോ നോക്കി. Read lo. Anything new. All of you should. Your handwriting is beautiful, wonderful, but paragraph is not.
ഞാൻ പറയണത് വല്ലതും ചെവി കേൾക്കണ്ട. ഇത് തുറന്നു വെക്കുമെങ്കിലും ചെവി കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? എന്നാ ടെൽ മീ, ഡിഡ് യു മേക്ക് പാരഗ്രാഫ്? അപ്പൊ എന്ത് ചെയ്യണം? ഐ വിൽ മേക്ക് ഇറ്റ്. അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ എഴുതും പറയണം. പറയണ്ടേ? അതെല്ലാം വായിച്ചതാ മക്കളെ. പുതിയത് എന്തെങ്കിലും ഉണ്ടോ എന്നായിരിക്കും. എനിത്തിങ് ന്യൂ, എനി ഗുഡ് പോയിന്റ്? യു ഷുഡ് ഹാവ്. എനിക്ക് കുറേ ഉണ്ട് പോയിന്റ് പറയാം. വേറൊരാൾ പറയുമ്പോൾ കേട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങൾ റിപ്പീറ്റ് ചെയ്യും അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറയാം, സാധാരണ ഒന്ന് ഫാസ്റ്റ് അല്ല, ആദ്യം വന്നിട്ടില്ല. ഇന്നലെ എഴുതി കൊണ്ടുവന്നെങ്കിൽ 10 ൽ 10 കിട്ടും. I am a student. This is good. I am a student from BTM. I was a part of class conduct എന്നല്ല, conducted എന്നാണ്. ഇന്നലെ നടത്തിയെന്നല്ലേ, ഇന്നലെ കഴിഞ്ഞതല്ലേ. By Dr. TPS. We talked about the importance of note taking. We talked അല്ല, നിങ്ങൾ സംസാരിച്ചതാ അല്ല. എന്താ വേണ്ടത്? We learned. We learned എന്ന് പറയാൻ പറ്റില്ല, നീ പഠിച്ചോ എന്നല്ല പറയാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയണം? ആ വിയും ഐയും ഒക്കെ മാറ്റിയിട്ട് ലേൺഡ് എന്ന് മാത്രം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ഗുഡ്. ഓൾ ഓഫ് യു ഷുഡ് ടേക്ക് എ പിക്ചർ ആൻഡ് സെൻഡ് ഇറ്റ് ടു മീ. സ്റ്റോർ മൈ നമ്പർ ഫസ്റ്റ് തിങ് ആൻഡ് സെൻഡ് ഇറ്റ് ടു മീ സെക്കൻഡ് വൺ. ഇന്നലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിക്കണമെന്ന് ടീച്ചർ ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ ഞാൻ കുറെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരാളും അതിനകത്ത് ഒരു കൃത്യമായ ആൻസർ എഴുതുകയൊന്നും ചെയ്തിട്ടില്ല. യു മസ്റ്റ് റെസ്പോണ്ട്. റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെ കാണിക്കല്ല, റൈറ്റ്. അപ്പോഴേ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് അത് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. എനിത്തിങ് ന്യൂ? വായ അവിടെ നിന്നിട്ട് വായ തുറന്ന് വർത്താനം പറഞ്ഞിട്ട് എനിത്തിങ് ന്യൂ? ടെൽ ദാറ്റ് നോ. വാട്ട് ഈസ് ദ പ്രോബ്ലം? Dr. TPS introduced us to a digital dictionary. Good girl. Paragraph ഒക്കെ ഇപ്പൊ മാറ്റിയതാ? No. ഉറക്കെ പറയേ? No. നോ പറയേ. No. ആ. At hippo.com. I am Dr. TPS. I am Dr. TPS. എഴുതിയത് വായിക്കും. I am Zahra from BK. സഹറ ആണോ? What does it mean? സഹറ എന്ന് പറഞ്ഞ പൂവാ ആണോ? ആണോ? അല്ല, സഹറ എന്ന് പറഞ്ഞ പൂ എന്നർത്ഥം. അതെ, അത് സഹറ എന്ന് പറഞ്ഞ മീനിങ് പൂ എന്നാണോ ചോദിക്കുന്നത്? ആണോ? പൂ തന്നെ ഉറപ്പാ? Hey Google, what is the meaning of Sahara in Arabic? In Arabic, that's as-Sahra. By the way, I can now translate back and forth. To try it, just അറിയില്ല. Zahra. Z. He introduced us to a digital dictionary at hippo.com. That's a new one. Hippo.com. Word hippo.com. Not hippo.com. Okay. WORDHIPPO. Hippo. We learned about synonyms and antonyms. or say cancel at any time. Cancel. Yeah. We learned about synonyms and antonyms. Synonyms means the same meaning about the word. Synonym spelling എന്നാ? SYNONYM. ഡിക്ഷണറി നോക്കണം. എല്ലാം പറഞ്ഞു തരണമെന്നില്ല, പക്ഷെ എന്ത് ചെയ്യണം? Go and look at dictionary. Learn the spelling. Okay. Type in and then see. Word hippo.com ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ അവിടെ പോയി തപ്പെങ്കിലും വേണ്ടേ? നോക്കിനാ? There is no purpose of learning. ഞാൻ നാളെ പരീക്ഷ ചെയ്തിട്ട് ഏതിൽ നോക്കിയാലാ മീനിങ് കാണിക്കാം വേർഡ് hippo.com എന്നിട്ട് മാർക്ക് തരാനല്ലല്ലോ ഞാൻ പറയുന്നത്. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. So you should use it. Okay, good. Anything new? No. Pardon.
എന്തെങ്കിലും ഒരു 10 ചോദ്യം ഉണ്ടാക്കുക എന്നോട് ചോദിക്കണമെങ്കിൽ. ഇന്നലെ അവർ എത്ര മണിക്ക് വീട്ടിലെത്തി? അവര് മുത്തെടുത്തുകാർ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറയുമ്പോൾ കഷ്ടമാണ് വരാൻ, നടുവിലേക്ക് അത്ര കഷ്ടം എളുപ്പമില്ല, പ്രത്യേകിച്ചും സൺഡേ. ബസ്സസ് വിൽ ബി ഹാഫ്. ബസ് കുറയും. സാധാരണ വരുന്നതിന്റെ പകുതി ബസ് വരില്ല. രാവിലെ ഉണ്ടാവും, വൈകുന്നേരം അങ്ങനെയല്ലോ. രാവിലെ ആൾക്കാരെ വിളിച്ചാകുമ്പോ പിന്നെ വൈകുന്നേരം ഉച്ചവരെയൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ നടുവിൽ ബസ്സിൽ വന്നിട്ട് കൊല്ലത്തിലുണ്ടാവും അറിയാം, ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ടോ. ടെറിബിളി വേണം. പണ്ട് നടുവിൽ സ്കൂളിൽ മാഷന്മാർ ലേറ്റ് ആയിട്ട് വരുമ്പോൾ റൂൾ ഉണ്ടാക്കി. കാരണം ബസ്സിലല്ലേ വരിക. ബസ്സിൽ വരുന്നവരെ കൃത്യമായിട്ട് വരണമെന്ന് പറയാൻ പറ്റില്ല, കാരണം KSRTC അല്ലേ. അതുകൊണ്ട് ബസ്സിൽ വരുന്നവർക്ക് റിലാക്സ്ഡ്. പടിഞ്ഞാറുന്ന് 2 സ്റ്റോപ്പ് അപ്പുറത്ത് പോയിട്ട് ബസ് കയറി വരും. മാഷന്മാര് പിന്നെ 2 സ്റ്റോപ്പ് അപ്പുറത്ത് കയറിയിട്ട് ബസ് കയറി വരും. ബസ്സിൽ വരുന്നവർക്ക് റിലാക്സ്ഡ് ആണ്. എന്താ പറ്റി, ആരോ ഇടിയല്ലെന്നല്ല, നിങ്ങളുടെ വൈറലാവുന്നുണ്ടല്ലോ വീഡിയോ. അതിന്റെ ലക്ഷണം അല്ല, അതെയാ നല്ല പതിവ്. പക്ഷെ നല്ല കുറെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ അല്ലേ, നല്ല കുറെ കാര്യങ്ങൾ ചെയ്തു. കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. കീപ് ആസ്കിങ്. അടുത്ത ആളോട് ചോദിക്കാം, നമുക്ക് എന്ത് ചോദിക്കാം ഇയാൾ. ജസ്റ്റ് ആസ്ക്. ആൾക്കാരെ ആക്രമിക്കും. ഇതെല്ലാം അതിന്റെ ഭാഗമല്ല. Ask. Anybody? Dr. TPS, please let me know something more about Sanatan Dharma. See, Sanatana word means Chirapuratanam and Nityanutanam. Okay. Dharma is what, where, when, why, how I have to do is Dharma. This is right, this is wrong. If you don't follow, you are punished. No rules like that. What is right and what is wrong depends on where am I doing, why am I doing, what for I am doing, all